years, Edison Christian Fellowship Ministry has been a blessing to so many. And as the Lord continues to grow this ministry, let's pray that the Lord's grace will always be available. His favor will be upon us. കടന്നു വരുന്ന കർത്താവദാസന്മാർ, വർഷിപ്പ് ടീംസ്, ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ലെറ്റ്സ് പ്രേ ടുഗദർ. ഫാദർ ഗോഡ്, വി താങ്ക് യു for this day that you'd given us, O God. ഒരിക്കൽ കൂടെ ദൈവത്തിലേക്ക് അടുത്തിരുവാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ നാളുകളൊക്കെ ഞങ്ങൾ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ദൈവകൃപയ്ക്കായി നന്ദി കർത്താവേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു, പരിപാലിച്ചു. കഴിഞ്ഞ വർഷങ്ങളൊക്കെ കർത്താവെ ഈ പ്ലാറ്റ്ഫോം അനുഗ്രഹമാക്കി കർത്താവ് തീർത്തു. എല്ലാറ്റിനുമായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. കടന്നു വന്ന സൂക്ഷ്യ കർത്താവിൻ്റെ ദാസന്മാർ, പാട്ടുകൾ പാടി ഞങ്ങളെ സഹായിച്ചവർ എല്ലാം കർത്താവ് ഞങ്ങൾ ഓർക്കുന്നവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കൾക്കും അനുഗ്രഹമാക്കി കർത്താവ് തീർത്തനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രികാലം പിന്നെ ഞങ്ങൾ ദിവസത്തിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ ശക്തമായി ഉപയോഗിക്കണമേ കർത്താവെ. പ്രിയ കർത്താവെ, മനോജിനെയും കർത്താവ് അനുവിനെയും കുഞ്ഞുങ്ങളെയും വളരെ ശക്തമായി ഞങ്ങളുടെ മധ്യത്തിൽ ഇന്ന് രാത്രികാലം ആരാധനയെ നയിക്കുവാൻ കർത്താവ് ഉപയോഗിക്കണമേ. അവരെ കർത്താവ് അനുഗ്രഹിച്ചാട്ട്. ഞങ്ങൾ ഇന്ന് രാത്രികാലം ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും, എവ്രി വൺ ഹു ജോയിൻസ് ഇൻ, O God, I commit all of them into your hands, O God. And we pray, Father God, that you will bless us this evening, O Lord. The time that we spend together in your presence, let it be a blessing, O Lord. Let it be a time of transformation and renewing in our hearts, O Lord Jesus. ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. താമസങ്ങളിൽ എൻ്റെ ആൻറ്റിക്കായി സ്തോത്രം, രോഹനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. ബിജോയ്ക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിടത്തിലാണ് നന്ദി, യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. We have our own family. Manoj, Anu and kids are here. ഒരുമിച്ച് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. Over to you, dear family. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പിന്നെയും ഞങ്ങൾ കുടുംബമായി ഈ പ്രയർ ലൈനിൽ കടന്നു വന്ന് കർത്താവിൻ്റെ നാമത്തെ പാടി സ്തുതിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഓരോ ദിവസം ഓരോ സമയങ്ങൾ കർത്താവ് നമ്മളെ പരിപാലിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. പിന്നെയും ഒരു അവസരം പ്രകാരം ദൈവം ഒരുക്കി തന്നല്ലോ. അതിനായി ദൈവത്തിന് നന്ദി ഞങ്ങൾ പറയുന്നു. ഹല്ലേലൂയ. പ്രത്യേക ഈ പ്രയർ ലൈനിലുള്ള ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കായി സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സ്റ്റീവ് ആൻഡ് ഫാമിലി, പ്രിയാങ്കൾ, മത്തായ് ആൻഡ് ലിൻഡ ആൻറ്റി, മറ്റ് ദൈവമക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ അല്പസമയം 2-3 പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആദ്യമായി നമ്മൾ പാടുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന പാട്ടുകൾ. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ? Have you been to Jesus for cleansing power? Are you washed in the blood? Hallelujah. നമ്മൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ്. എങ്കിലും ദൈവവചനം പറയുന്നു നമ്മൾ ഓരോ നിമിഷവും ഓരോ ദിവസവും ഹല്ലേലൂയ നമ്മൾ കർത്താവിൻ്റെ ഹല്ലേലൂയ കാൽവരി ക്രൂശിലേക്ക് കടന്നു വന്ന് അവൻ്റെ രക്തത്താൽ നമ്മൾ പിന്നെയും ശുദ്ധീകരണം പ്രാപിച്ചവരായി ഹല്ലേലൂയ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്നു. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ശരീരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകന്നു പോകാവുന്ന പാപ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഹല്ലേലൂയ. എങ്കിലും ഒരു നിമിഷം കർത്താവിൻ്റെ സന്നയിലേക്ക്, ആ ക്രൂശിൻ്റെ മറവിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ആ പാപത്തിൻ്റെ മോചനവും വീണ്ടെടുപ്പും ഹല്ലേലൂയ ആ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കുന്ന ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവാൻ തക്ക ഇടയാകട്ടെ. ഹല്ലേലൂയ. ആ പിതാവ് നമ്മൾ പ്രസാദിക്കുവാൻ തക്ക ഇടയാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പിന്നെയും നമ്മളെ തന്നെ സമർപ്പിക്കാം ഈ പാട്ടിൻ്റെ വരികളിലൂടെ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം. In the blood of the Lamb.
Have you been to Jesus for the cleansing power? Are you washed in the blood of the Lamb? Are you fully trusting in His grace this hour? Are you washed in the blood of the Lamb? Are you washed in the blood, in the soul cleansing blood of the Lamb? Are your garments spotless? Are they white as snow? Are you washed in the blood of the Lamb? Oh, are you washed? Oh, in the blood. Oh, in the soul cleansing blood of the Lamb. Are your garments spotless? Are they white as snow? Are you washed in the blood of the Lamb? Are you walking daily by the Savior's side? Are you washed in the blood of the Lamb? Do you rest each moment in the crucified? Are you washed in the blood of the Lamb? Oh, are you washed in the blood, in the soul cleansing blood of the Lamb? Are your garments spotless? Are they white as snow? Are you washed in the blood of the Lamb? The bridegroom cometh, bring your robes clean white. Are you washed in the blood of the Lamb? Will your soul be ready for the mansions bride? Are you washed in the blood of the Lamb? Oh, are you washed? Oh, in the blood. Oh, in the soul cleansing blood of the Lamb. Are your garments spotless? Are they white as snow? Are you washed in the blood of the Lamb? Oh, കുളിച്ചു കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ കണ്ണിൽ വെച്ചോ ശുദ്ധിയായോ നീ ഓ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ അനുദീനം രക്ഷകൻ പക്ഷത്തോ നീ ശുദ്ധിയായി നടന്നിടുന്നത് ക്രൂശേറിയ കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കർത്തൻ വാരാവിൽ നിന്നങ്കി ശുദ്ധമോ ഏറ്റവും വെണ്മയായി കാണുമോ സ്വർപ്പുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ അന്നാളിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിച്ചോ കുളിച്ചോ കുഞ്ഞാട്ടിൻ
ശക്തി നൽകും രക്തത്തിൽ ദീപം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പാട്ടിന്റെ വരികൾ പറയുന്ന പോലെ ഹല്ലേലൂയ. അനുദിനം രക്ഷകന്റെ പക്ഷത്ത് ശുദ്ധിയായി നമുക്ക് നടക്കാൻ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് ഹല്ലേലൂയ കർത്താവിനോട് അപേക്ഷിക്കാം. കർത്താവേ, നിരന്തരം എന്നെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, അങ്ങേ പോലെ ആകുവാൻ അതാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, പിതാവ് ആഗ്രഹിക്കുന്ന യേശുവിൽ കുറഞ്ഞ ഒന്നും, യേശുവിനെ പോലെ അല്ലാതെ അതിൽ കുറഞ്ഞ ഒന്നും പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, കാണുന്ന നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് കൊണ്ട് ചെല്ലിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പിന്നെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. അടുത്തൊരു പാട്ട് കർത്താവിനെ ആരാധിക്കുന്ന ഒരു പാട്ടാണ്. ഇതൊരു പുതിയ പാട്ടാണ്. കർത്താവിൻ്റെ ഒരു ദാസനൊരു അനേകം വർഷം മുമ്പ് എഴുതിയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ പാട്ട് പാടി യൂട്യൂബിൽ ഇടവന്നിട്ടിനിടയായി. ആരാധിക്കാൻ ദൈവജനമേ, ദൈവം വീണ്ടെടുത്താകും കൂട്ടമേ, നമ്മളല്ലോ പ്രിയ ദൈവമക്കൾ, യേശു ചിന്തിയ രക്തത്തിൻ ഫലങ്ങൾ. ഹല്ലേലൂയ. ഈ പാട്ട് അദ്ദേഹം ഒരു ദർശനത്തിലൂടെ കേൾക്കുന്ന ഒരു അനുഭവമാണ് അദ്ദേഹത്തിനുണ്ടായത്. കുറേ ദൈവമക്കൾ ഒരുമിച്ചിരുന്ന് പാടുന്ന ആ ഒരു ദർശനമായിരുന്നു. ഹല്ലേലൂയ. പിന്നീട് അദ്ദേഹം ഈ പാട്ടുകളുടെ വരികൾ പൂർണ്ണമായി എഴുതി ചേർക്കാനാണ് ഉണ്ടായത്. പിന്നെ ഈ പാട്ടിന്റെ വരികൾ നമ്മളെയും സന്തോഷിപ്പിക്കുന്നതിന് ഇടയായിട്ട് കർത്താവിനെ ആരാധിപ്പാൻ തക്കണം. ഹല്ലേലൂയ. ജീവനും ശുദ്ധിയുമുള്ള യാഗമായി ഈ മൺശരീരം നമുക്ക് സമർപ്പിച്ചിടാം. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ നാം കുഴിയിൽ ഇറങ്ങിപ്പോയാൽ നമുക്ക് പിന്നെ കർത്താവിനെ സ്തുതിക്കാൻ കഴിയുകയില്ല. നമ്മൾ ജീവനോട് ഇരിക്കുമ്പോൾ, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെയും ഹല്ലേലൂയ പാട്ടിന്റെ വരികളിലൂടെ നമുക്ക് കടന്നു പോകാം. സ്തോത്രം. ആരാധിക്കാം ദൈവജനമേ, ദൈവം വീണ്ടെടുത്തതാകും കൂട്ടമേ. ആരാധിക്കാം ദൈവജനമേ, ദൈവം വീണ്ടെടുത്തതാകും കൂട്ടമേ. നമ്മളല്ല പ്രിയ ദൈവമക്കൾ, യേശു ചിന്തിയ രക്തത്തിൻ ഫലങ്ങൾ. നമ്മളല്ല പ്രിയ ദൈവമക്കൾ, യേശു ചിന്തിയ രക്തത്തിൻ ഫലങ്ങൾ. സാറാഫുകൾ സ്തുതിക്കും പാരനെ, കേരൂബുകൾ പുകഴ്ത്തും ദേവനെ. സാറാഫുകൾ സ്തുതിക്കും പാരനെ, കേരൂബുകൾ പുകഴ്ത്തും ദേവനെ. സ്വർഗീയ ദൂതസംഘം വാഴ്ത്തും ഹല്ലേലൂയ ഗീതം പാടി സ്തുതിക്കാം. സ്വർഗീയ ദൂതസംഘം വാഴ്ത്തും ഹല്ലേലൂയ ഗീതം പാടി സ്തുതിക്കാം. ആരാധിക്കാം ദൈവജനമേ, ദൈവം വീണ്ടെടുത്തതാകും കൂട്ടമേ. ആരാധിക്കാം ദൈവജനമേ, ദൈവം വീണ്ടെടുത്തതാകും കൂട്ടമേ. നമ്മളെല്ലാം പ്രിയ ദൈവമക്കൾ, യേശു ചിന്തിയ രക്തത്തിൻ ഫലങ്ങൾ. നമ്മളെല്ലാം പ്രിയ ദൈവമക്കൾ, യേശു ചിന്തിയ രക്തത്തിൻ ഫലങ്ങൾ. ജീവനും ശുദ്ധിയുമുള്ള യാഗമായി ഈ മൺശരീരം സമർപ്പിച്ചിടാം. ജീവനും ശുദ്ധിയുമുള്ള യാഗമായി ഈ മൺശരീരം സമർപ്പിച്ചിടാം. നാം കുഴിയിലിറങ്ങിപ്പോയാൽ ഈ ധൂളി ദൈവത്തെ സ്തുതിക്കുമോ? നാം കുഴിയിലിറങ്ങിപ്പോയാൽ ഈ
ദൈവജനമേ, ദൈവം വീണ്ടെടുത്തതാകും കൂട്ടമേ, ആരാധിക്കാം. ദൈവജനമേ, ദൈവം വീണ്ടെടുത്തതാകും കൂട്ടമേ, നമ്മളല്ല പ്രിയ ദൈവമക്കൾ, യേശു ചിന്തിയ രക്തത്തിൻ ഫലങ്ങൾ. നമ്മളല്ല പ്രിയ ദൈവമക്കൾ, യേശു ചിന്തിയ രക്തത്തിൻ ഫലങ്ങൾ. ഉന്നതത്തിൽ നിത്യം നാം ആരാധിപ്പാൻ, എത്രയും വേഗം വന്നു നമ്മെ ചേർക്കുവാൻ. ഉന്നതത്തിൽ നിത്യം നാം ആരാധിപ്പാൻ, എത്രയും വേഗം വന്നു നമ്മെ ചേർക്കുവാൻ. സ്വർഗേ സ്ഥലമൊരുക്കും നാഥനെ, ജീവനുള്ള കാലമെല്ലാം വാഴ്ത്തിടാം. സ്വർഗേ സ്ഥലമൊരുക്കും നാഥനെ, ജീവനുള്ള കാലമെല്ലാം വാഴ്ത്തിടാം. ആരാധിക്കാം. ദൈവജനമേ, ദൈവം വീണ്ടെടുത്തതാകും കൂട്ടമേ, ആരാധിക്കാം. ദൈവജനമേ, ദൈവം വീണ്ടെടുത്തതാകും കൂട്ടമേ, നമ്മളല്ല പ്രിയ ദൈവമക്കൾ, യേശു ചിന്തിയ രക്തത്തിൻ ഫലങ്ങൾ. 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 ഹല്ലേലൂയ. യേശു ചിന്തിയ രക്തത്തിന്റെ ഫലങ്ങളാണ് നമ്മളെല്ലാം. ഹല്ലേലൂയ. ദൈവമക്കളായി തീരുവാൻ ദൈവം ഒരുക്കിയ നല്ലൊരു പദവി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഒരു അർഹതയുമില്ലാതെ ഇരുന്ന് നമ്മളെ കർത്താവ് തന്റെ പുത്രന്റെ രക്തമുഖാന്തരം നമ്മളെ വീണ്ടെടുത്തു, അവന്റെ മക്കളാക്കി തീർത്തു. ഹല്ലേലൂയ. നമ്മൾ മക്കളെങ്കിലോ അവകാശികളായി ക്രിസ്തുവിനോട് കൂടെ അവകാശികളായി തീർത്ത ആ വലിയ കൃപയ്ക്ക് സ്തോത്രം. ഹല്ലേലൂയ. പിന്നെയും ഒരു പാട്ടോടി പാടി സ്തുതിക്കും. ഹല്ലേലൂയ. ആ കൃപയുടെ അത്യന്ത ധനം ഈ മൺപാത്രങ്ങളിൽ പകർന്നു, നിത്യജീവന്റെ വചനം. ഹല്ലേലൂയ. അവൻ നമ്മുടെ ഈ താഴ്ന്ന നിലത്ത് പാകി. ഹല്ലേലൂയ. സ്തോത്രം. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കുന്ന കുഞ്ഞാടിനെ നമുക്ക് പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ പാട്ട് എഴുതിയിരിക്കുന്ന കർത്താനദാസൻ ഏരെങ്കിലും സി സാംകുട്ടി അവർ, അദ്ദേഹം കഴിഞ്ഞ ദിവസം കർത്താവിന്റെ നിദ്ര പ്രവഹിക്കാനിടയായി അനേകം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് വളരെ അധികം പാടി ആരാധിക്കുന്ന ഒരു പാട്ടാണ് കൃപയിൻ അത്യന്തധനം. ഈ പാട്ട് പാടി നമുക്ക് അദ്ദേഹത്തെ പാടി സ്തുതിക്കാം. സ്തോത്രം. അത്യന്തധനം ഈ മൺപാത്രങ്ങളിൽ പകർന്നു, നിത്യജീവന്റെ വചനം താഴ്ന്ന നിലത്തു പാകി, നല്ല ഫലങ്ങൾ നൽകുവാൻ വൻകൃപ ചൊരിഞ്ഞു നൽകി, സത്യസഭയെ പോറ്റുവാൻ നൽവരങ്ങൾ പകർന്നു നീ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഓ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഹൃദയത്തിൻ ആഗ്രഹം നൽകി അതരത്തിൻ യാചന കേട്ടു, ആത്മാവിൻ സാന്നിധ്യം നൽകി
നാൾതോറും ഭാരം ചുമന്നു ഉത്സവമാചരിക്കുന്ന പുരുഷാരത്തിന്റെ ധ്വനിയാ വീണ്ടെടുക്കപ്പെട്ട സംഘം പ്രഭുവിന് സ്തുതി മുഴക്കാം എന്റെ ജീവനുള്ള കാലത്തോളം ഓരോരുത്തരും ജീവനുള്ള കാലത്തോളം നമ്മൾ വിശുദ്ധ കരങ്ങളെ ഓർത്ത് കർത്താവിനെ പാടി സ്തുതിക്കും കുഞ്ഞാടിനെ സ്തുതിക്കില്ല നമ്മുടെ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ തന്റെ ഏകജാതന പുത്രനിൽ വിശ്വസിക്കുന്നു ഹൃദയം കൊണ്ടു വിശ്വസിച്ചു അതരം കൊണ്ടേറ്റു ചൊല്ലുവോ ആരും നശിച്ചു പോകവേ നിത്യജീവൻ പ്രാപിപ്പാൻ ലോകത്തെ സ്നേഹിച്ചീശ്വരേ കൈകൾ ഉയർത്തി സ്തുതിക്കാം എന്റെ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ എന്റെ ജീവനുള്ള കാലത്തോളം സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ തന്റെ ഗംഭീരനാദത്താൽ ദൂതന്റെ കാഹളധ്വനിയാ മേഘങ്ങൾ പിളർന്നുകൊണ്ട് ക്രിസ്തേശു വന്നണയുമ്പോ പൊടികളിലുറങ്ങും ചില നിത്യതയ്ക്കായിട്ടുണരും നാദ കർത്താവേ വരണേ ആമേൻ നീ വേഗം വരണേ ഓ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ഓ ജീവനുള്ള കാലത്തോളം സിംഹാസനത്തിൽ വസിക്കും ഓ കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ഓ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ഓ കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ഓ കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ആമേൻ പ്രൈസ് ദി ലോർഡ് സ്തോത്രം Amen. Thank you, Manoj, Anu, and Joshua and Faith. Good to see you as a family worshiping the Lord. Priya, Faith പാടിയപ്പോൾ ഷിജ പറയുമായിരുന്നു അനുവിൻ്റെ കൂട്ടി തന്നെ ഉണ്ടെന്ന് ശബ്ദം. Such a joy to hear you kids worshiping the Lord, and as a family what you are doing for the Lord. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ദൈവകൃപയാൽ നിങ്ങളെ നിറയ്ക്കട്ടെ. May the Lord's grace and favor be upon you. സന്ദേശം നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാനുള്ള സമയമാണല്ലോ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇന്ന് രാത്രികാലം ദേശത്തിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ദൈവം നമുക്ക് മറുപടി തരുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. റിക്വസ്റ്റ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് ഇരുന്നാൽ ഒത്തിരി നന്നായിരിക്കും. സാഹചര്യങ്ങൾ, if the circumstances allow you, would you please നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇരുന്നാട്ട് അത് അനുഗ്രഹമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മറ്റെല്ലാ വിഷയങ്ങളും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. തോമസ് താങ്കൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം കർത്താവ് നമ്മളെയൊക്കെ പരിപാലിച്ചു. ആപത്തനർത്ഥങ്ങൾ
ഉണ്ടാകാമായിരുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിൻ്റെ കൃപ നമ്മൾക്ക് വലുതായിരുന്നു. പ്രാർത്ഥനകളെ കേൾക്കുന്ന നമ്മളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് കടന്നു വരുവാൻ അവൻ ഒരുക്കിയ വലിയ അവസരത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രത്യേകം പറയാനുള്ള കഴിഞ്ഞ ആഴ്ചയിൽ പ്രിയ തമ്പിയുടെ സർജറിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സർജറി വളരെ പ്രയാസങ്ങൾ ഉളവാക്കിയ ഒരു സമയമായിരുന്നു. കാരണം സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ ഹി കൊളാപ്സ്ഡ്. സോ സർജറി മാറ്റിവെച്ചു. രണ്ടാമത് ചെയ്തപ്പോൾ പിന്നെയും കോംപ്ലിക്കേഷനായി. എന്നാൽ ചൊവ്വാഴ്ച സർജറി ചെയ്യുവാൻ ഇടയായി. ഹീസ് റിക്കവറിങ് ഫാസ്റ്റ്. സോ ICU നിന്ന് മാറ്റി റൂമിലേക്ക് കൊണ്ടുവരുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഇവാഞ്ചലിസ്റ്റ് രാജുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തെയും റൂമിലേക്ക് മാറ്റുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മളുടെ പ്രാർത്ഥനകളെ കേട്ട് അനർത്ഥങ്ങൾ വ്യസന കാരണമായി മാറിപ്പോകാതെ കാത്ത കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എനിക്ക് 56 വർഷമായിട്ട് അറിയാമെന്ന എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. പുള്ളിയുടെ വൈഫിനെ എനിക്ക് 1968 മുതൽ അറിയാവുന്ന വ്യക്തിയാണ്. അങ്ങനെ പലര് പ്രിയ പാസ്റ്ററുടെ വിയോഗത്തെക്കുറിച്ച് മനോജ് ബ്രദർ പറഞ്ഞു. അവരെയൊക്കെ ആ കുടുംബങ്ങളെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് ഓരോ കുടുംബങ്ങളിലും വിവാഹപ്രായമെത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്ത് അവർക്ക് തക്ക തുണകളെ ദൈവം നൽകുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞ് കുടുംബങ്ങളിലെ പ്രയാസ പ്രതികൂലങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളുടെ ഇടയിൽ പല കുഞ്ഞുങ്ങള് പ്രായമുള്ളവരൊക്കെ പലവിധമായ അഡിക്ഷനിൽ ആയിരിക്കുന്നവരുണ്ട്. ആൽക്കഹോള്, ഡ്രഗ്സ്, ഇതിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് അവർക്ക് വിടുതൽ നൽകുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ മധ്യത്തിൽ നമ്മളോട് കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന എൽഡർലി ആയിട്ടുള്ള പലരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശരീരക്ഷീണങ്ങൾ, ശരീരക്ലേശങ്ങൾ ഒക്കെ ഉള്ളവരാണ്. അവരെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ അമേരിക്കൻ ഐക്യനാടുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് വചനം നൽകുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറയുന്നത് നമ്മളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള പ്രാർത്ഥനകളിൽ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് കഴിയുന്തോറും ഓർക്കുമ്പോഴൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലുള്ള കൂട്ടായ്മ നമുക്ക് ഓരോരുത്തർക്കും ബലമാണ്. ഞാൻ തന്നെ പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവസന്നിധിയിലെ ദൈവ തിരുമുഖത്തേക്ക് നോക്കാം. കാരുണ്യവാനും നിത്യനുമായി ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം കർത്താവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ഈ സൂം പ്ലാറ്റ്ഫോം വഴിയായി വീണ്ടും ഒരിക്കൽ കൂടി അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കിയ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലയിടങ്ങളിലായി, പല ഭവനങ്ങളിലായി, പല ദേശങ്ങളിലായി ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവിടുത്തെ സന്നിധിയിൽ എത്തുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് സമയകാലഭേദമന്യേ ഞങ്ങൾക്ക് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ വേണ്ട സാഹചര്യങ്ങളെ അവിടുന്ന് ഒരുക്കിയിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ലളിതയ്ക്കായി, തമ്പിക്കായി പ്രാർത്ഥിക്കുന്നു. അനർത്ഥങ്ങൾ ഉണ്ടാകാമായിരുന്നു എങ്കിലും കർത്താവിൻ്റെ കൃപ വലുതായിരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണമായ ഹീലിങ്ങോടുകൂടെ കർത്താവെ അവരെ ഇവിടേക്ക് തിരിച്ചു വരുവാൻ തക്കവണ്ണം അവരെ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഇവാഞ്ചലിസ്റ്റ് രാജുവിനായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് സൗഖ്യത്തെ നൽകുമാറാകണം. കർത്താവെ, നിന്റെ വചനം സംസാരിക്കുന്ന ആ ശബ്ദം കർത്താവെ നിന്നു പോകാതെ കർത്താവ് ആ തൊണ്ടയിലെ പ്രയാസങ്ങളെ അവിടുന്ന് മാറ്റി ഹീല് ചെയ്യുമാറാകണം എന്ന്
പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ മറ്റേ എല്ലാ വിഷയങ്ങളും തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. വിവാഹപ്രായം എത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ, വിവാഹിതരായ കുടുംബങ്ങളിലെ പ്രയാസങ്ങൾ, ഇവയൊക്കെ അവിടുന്ന് അറിയുന്നു. എന്നാൽ എല്ലാറ്റിനും പരിഹാരം തരുന്നവൻ, തക്ക തുണകളെ കൊടുക്കുന്നവൻ, കർത്താവെ, അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റി ഒരുമിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്നവൻ, അവൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാം താഴ്ത്തി ഏൽപ്പിച്ച് അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഡ്രഗ് അഡിക്ഷനിൽ, ആൽക്കഹോൾ അഡിക്ഷനിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങൾക്ക് വിടുതലിനെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാശത്തിൻ്റെ വഴികളിൽ നിന്നും വിളിച്ചു വേർതിരിക്കുന്നവൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഓരോ ഹൃദയത്തെയും തുറക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മധ്യത്തിൽ പ്രായത്തിലായിരിക്കുന്നവരുണ്ട്, പ്രായത്തിൻ്റെ ക്ഷീണങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. കർത്താവ് സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിനാൽ പ്രയാസപ്പെടുന്ന പലരുണ്ട് കർത്താവെ. പലർക്കും അവിടുന്ന് വിടുതലുകളെ കൊടുത്തു. അവിടുത്തെ പലർക്കും നിലനിൽപ്പുകൾ ആവശ്യമുണ്ട്. റിക്കവറി പൂർണ്ണമാക്കുവാൻ തക്കവണ്ണം അവിടുത്തേക്ക് പ്രസാദം തോന്നുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ പാർക്കുന്ന ഈ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ സമാധാനത്തെ നൽകുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിട്ടുപോകുന്ന ദേശമായ ഇന്ത്യ മഹാരാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെയും സമാധാനത്തെ അവിടുന്ന് നൽകുമാറാകണം. സമാധാനത്തിൻ്റെ ദൈവം അവിടുന്ന് ആകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ കർത്താവെ, ഭയപ്പെട്ടു പോകാതെ ഞങ്ങൾ ഒരുങ്ങുവാൻ തക്കവണ്ണം സഹായിക്കണം. ഇസ്രയേലിൻ്റെ സമാധാനത്തിനായി, മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലൈനിലായിരിക്കുന്ന എല്ലാവരെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന നാഥ. ഞങ്ങൾ ഹൃദയം തിരുസന്നിധിയിൽ താഴ്ത്തി കർത്താവെ, ഞങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണം. വചനം സംസാരിക്കുവാനായി അവിടുത്തെ ദാസൻ കർത്താവെ സജിമത്തായി പാസ്റ്ററെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. തൻ്റെ ശുശ്രൂഷകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്ന നാഥ. ഇന്നും ഞങ്ങൾക്ക് വേണ്ടത് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കാലും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധ വെച്ച് കേട്ട് ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുന്നവരായി ഞങ്ങൾ തീരുവാൻ സഹായിച്ചാട്ടെ. പ്രാർത്ഥനകൾ കേട്ട് അനുഗ്രഹിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ആമേൻ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ മാസങ്ങൾ, ദിവസങ്ങളൊക്കെ കർത്താവ് നമ്മെ ക്ഷമത്തോടെ പരിപാലിച്ചു. അഞ്ചാമത്തെ മാസത്തിൽ 2026, the 5th month of 2026, what a privilege that we have. അനേകര് പട്ടുപോയ പോർക്കളത്തിൽ കർത്താവ് നമ്മെ ആരോഗ്യത്തോടെ നിലനിർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. എത്രയോ പ്രാർത്ഥനകൾക്ക് മറുപടി തന്നു. എത്രയോ ജീവിത സാഹചര്യങ്ങൾ ദൈവം കരം പിടിച്ച് നമ്മെ വഴി നടത്തി. കണ്ണുനീർ തുടച്ചു ബലം പകർന്നു തന്നു ക്ഷമത്തോടെ നമ്മെ നടത്തുന്ന എല്ലാ ദൈവത്തിൻ്റെ കൃപകളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിചയമുള്ള ഒത്തിരി പേരുണ്ട്. അവരെ എല്ലാം പേര് പറഞ്ഞ് നിങ്ങൾ വീഡിയോ ഓൺ പറയാൻ എനിക്ക് കഴിയുമെങ്കിലും ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഓൺ ചെയ്താട്ടെ. സൂക്ഷിക്കുന്ന പാസ്റ്റർമാർക്ക് അത് ഒത്തിരി അനുഗ്രഹമായിരിക്കും. ഓൾറൈറ്റ്. കർത്താവദാസൻ പാസ്റ്റർ സജി മത്തായി മുൻപ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് കർത്താവിൻ്റെ വചനം അറിയിച്ചിട്ടുണ്ട്. അന്ന് വചനം കേൾക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ല എങ്കിലും ഇന്ന് പെട്ടെന്നുണ്ടായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എനിക്ക് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I always miss you and it's a joy to be with all of you this evening. മുൻപോട്ട് ഒരു സമയം എടുക്കാതെ കർത്താവദാസനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ വചനം സൂക്ഷിക്കാനായിട്ട് ക്ഷണിക്കുന്നു. 1 hour ദൈവാത്മാവ് നയിക്കുന്നത് പോലെ നമ്മുടെ മധ്യത്തിൽ വചനം സംസാരിക്കും. പ്രാർത്ഥനയോടെ ദൈവം എന്നോട് സംസാരിക്കുന്ന രാത്രികാലം ദൈവം നമ്മോട് സംസാരിക്കണം. ആ ബലത്തോടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് ദേവദാസിനെ വളരെ സ്നേഹത്തോടെ അതിലൂടെ വചനശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പാസ്റ്റർ സജി മത്തായി. ഹല്ലേലൂയ. എന്റെ ശബ്ദം കൃത്യമായി നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ടോ? പ്രൈസ് ലോർഡ്. കർത്താവിന്റെ നാം മഹത്വം എടുക്കട്ടെ. നിങ്ങളോടൊപ്പം ഒരിക്കൽ കൂടി ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ തോമസ് എങ്കിൽ, അതുപോലെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ അഭിഷിക്തൻ, അതുപോലെ ലിൻഡ ആൻഡ് എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ കാണുവാനും ഒരിക്കൽ കൂടി കഴിഞ്ഞല്ലോ. കർത്താവ് നമ്മൾ ആയിരിക്കും നിർത്തുകയും നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ഒരു വലിയ കൂട്ടം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്.
പലപ്പോഴും ഞാൻ സൂം മീറ്റിങ്ങുകളിൽ വളരെ വിരളമായൊക്കെ ചിലപ്പോൾ കയറുമ്പോഴും വളരെ കുറച്ച് പേർ മാത്രമേ കാണാറൂ. പക്ഷേ ഞാൻ ഈ ജോയിൻ ചെയ്ത അന്ന് മുതൽ തുടർമാനമായി കാണുന്ന പല മുഖങ്ങളെ എനിക്ക് ഇതിൽ കാണാനായിട്ട് കഴിയും. നിങ്ങളെ ദൈവം വർദ്ധിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ട് സമയത്ത് കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു ദേവദാസൻ മനോജ് ബ്രദർ. എനിക്ക് പേഴ്സണലി ആരെയും പരിചയങ്ങളില്ല, പക്ഷേ എങ്കിലും ആ വർഷിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. തുടർമാനമായി നമ്മൾ ദൈവത്തിന്റെ മക്കൾ അങ്ങനെ ഒരു തലത്തിലാണ് ആ ദേവദാസൻ പല ആവർത്തി പറയുകയുണ്ടായി. ഞാൻ മറ്റൊരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളോട് കാര്യം പറയണമെന്ന് വെച്ചിട്ടാണ് വന്നത്. പക്ഷെ എന്നോട് ഈ ഭയങ്കര പ്രേരണ, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം നിങ്ങളോട് സംസാരിക്കണം. അതുകൊണ്ട് ഞാൻ ദൈവാത്മാവിൽ വിധേയപ്പെടുന്നു. കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഇങ്ങനെ പാട്ടുകൾ കൂടിയൊക്കെ നമ്മൾ മക്കളാണ്, കൺമീൻ നാം ദൈവത്തിന് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് എന്തോ ഒരു പ്രേരണയില്ല. അതുകൊണ്ട് ശക്തമായ, വളരെ സിമ്പിളായി എന്നാൽ അതിശക്തമായ ഒരു ദൈവവചനം നിങ്ങളുടെ മേൽ കർത്താവ് തുറക്കും, നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ആധാരമായി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 18-ാമത് വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാമത് വാക്യം. അതിങ്ങനെയാണ്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. നിങ്ങളെല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ആ വാക്യം എടുത്തെന്ന് തോന്നുന്നു. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. എന്തോ വാക്യല്ലേ! എന്തോ വാക്യ! ഞാൻ സാധാരണ പറയുന്നൊരു ഭാഗമുണ്ട്. സൂം മീറ്റിംഗ് അതുകൊണ്ട് വളരെ പരിമിതിയുണ്ട്. എങ്കിലും നിങ്ങളോട് പറയട്ടെ, ഒരു ജീവിതകാലം മുഴുവനും ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഈ 2 വാക്യം മതി. ബാക്കി വേണ്ടതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഈ വാക്യത്തിന് തൊടാൻ പറ്റാത്ത നമ്മുടെ എന്ത് പ്രശ്നമുള്ള, ഈ വാക്യത്തിന് ഡീൽ ചെയ്യാൻ പറ്റാത്ത എന്ത് പ്രതികൂല നിങ്ങൾക്കെന്നുള്ള. പാസ്റ്ററെ, സാമ്പത്തിക ബുദ്ധിമുട്ടാ, ആരും കൂടെ ഇല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. പാസ്റ്ററെ, ശാരീരികമായി ക്ഷീണത്തില. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. പാസ്റ്ററെ, കൂടെ ആരും ഇല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. എന്തോ വാക്യ! എന്റെ ഉള്ളവനോട് പറയുന്നു, ഇന്ന് പകലിൽ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ വിവിധ ടൈം സോണിലായിരിക്കും ദൈവപൈതലെ ഈ വചനത്തിന്റെ ശക്തിയും നിങ്ങളും തമ്മിൽ കൂട്ടിമുട്ടാൻ പോവുകയാ. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ഈ വചനം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ചില വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് സമാന്തര സുവിശേഷങ്ങൾ സെനറ്റിക് ഗോസ്പൽ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മത്തായിലുള്ള പലതും മർക്കോസിലുണ്ട്, മർക്കോസിലുള്ള പലതും ലൂക്കോസിലുണ്ട്. എന്നാൽ യോഹന്നാനിലുള്ളത് മറ്റു സുവിശേഷങ്ങളിൽ ഇല്ല. യോഹന്നാൻ വ്യത്യസ്തമായ രീതിയിലാണ് തന്റെ സുവിശേഷം എഴുതിയത്. അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞ് മത്തായി തന്റെ സുവിശേഷം എഴുതി വരുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാണ് ഈ ദൈവമനുഷ്യൻ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. ആ ആദി എന്ന് പറയുന്നത് ഏദൻ തോട്ടമാണോ? അല്ല, അനാദി നിത്യതയോളം വരും. വചനത്തിന്റെ പ്രായം, അതായത് ദൈവത്തിന്റെ പ്രായം, അത് എത്ര എന്ന് പറയാൻ ലോകത്തിൽ ഒരാൾക്കും കഴിയുകയില്ല. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നിങ്ങൾ എപ്പോഴെങ്കിലും വീട്ടിൽ പോയി നിങ്ങൾ ഇരിക്കുന്നിടത്ത് സമയം കിട്ടുമ്പോൾ വായിച്ചാൽ അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അനാദി നിത്യത മുതൽ എഴുതി വരുന്ന ഈ ദൈവമനുഷ്യൻ, ആദ്യം മുതൽ എഴുതിയ ദൈവമനുഷ്യൻ, യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ വളർച്ച, യേശുക്രിസ്തുവിന്റെ സ്നാനം, യേശു കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രാപനം, യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം, ഇത്രയും ദീർഘമായ കാലഘട്ടങ്ങളെ ഈ ദൈവമനുഷ്യൻ എഴുതാൻ എടുത്തത് വേണ്ടി വന്നത് വെറും ഒരധ്യായം കൊണ്ട് ഈ ദീർഘമായ കാലഘട്ടങ്ങളെ ചുരുക്കി എഴുതാൻ യോഹന്നാന് പറ്റി. അപ്പോൾ അങ്ങനെ വേഗത്തിൽ ചുരുക്കി എഴുതാൻ ഈ ദൈവമനുഷ്യന് പറ്റിയെങ്കിൽ ആ ദൈവമനുഷ്യൻ തന്നെ 14, 15, 16, 17 എന്നീ 4 അധ്യായം, ശ്രദ്ധിക്കണേ, 14, 15, 16, 17 കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യ അത്താഴം എന്നോ പെസഹ എന്നോ തിരുവത്താഴം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ രാത്രിയിൽ നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞ് പന്തിയിൽ നിന്ന് യൂദയെ പറഞ്ഞുവിട്ട് യൂദ മടങ്ങി തോട്ടത്തിൽ വന്ന് യേശുവിനെ ചുംബിക്കുന്ന ആ രാത്രിയിലെ ചില മണിക്കൂറുകൾ എഴുതാനെടുത്തത് 4 അധ്യായമാണ്.
എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ദീർഘമായ കാലഘട്ടങ്ങളെ എഴുതാൻ ഒരധ്യായം, മണിക്കൂറുകൾ എഴുതാൻ 4 അധ്യായം. ഈ മണിക്കൂറുകളിൽ മറ്റു സുവിശേഷങ്ങളിൽ ഒരു വാക്യം 1.5 വാക്യത്തിൽ എഴുതി നിർത്തിയപ്പോൾ ഈ ദൈവ മനുഷ്യന് 4 അധ്യായം വേണ്ടി വന്നു. അതായത് ആ മാളിക മുറി മുതൽ യേശു കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന ആ തോട്ടം വരെയുള്ള സമയങ്ങൾ നോക്കി. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന അധ്യായങ്ങൾ. അങ്ങനെ എഴുതിയ ഒരധ്യായത്തിലെ 14-ാം അധ്യായത്തിലെ 2 വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിലാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. 14, 15, 16, 17 അധ്യായങ്ങൾ ഈ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ തന്നെ മാറ്റിവെക്കാൻ പറ്റാത്ത അധ്യായങ്ങളാണ്. യേശു കർത്താവിന്റെ പൗരോഹിത്യ പ്രാർത്ഥന എന്ന് പറയുന്ന 17-ാം അധ്യായം ഈ എഴുത്തിനകത്തുള്ളതാണ്. മറ്റു സുവിശേഷകർ ആരും ഇത് എഴുതിയതായി കാണുന്നില്ല. അപ്പോൾ ഞാൻ സത്യത്തിൽ യേശു കർത്താവിന്റെ ക്രൂശു മരണം അടുത്തടുത്ത് വന്നപ്പോൾ യേശു കർത്താവ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പോകും, ഞാൻ പിടിക്കപ്പെടും, ഞാൻ ക്രൂശിക്കപ്പെടും. സത്യത്തിൽ ശിഷ്യന്മാരുടെ ഉള്ളിൽ ചിന്തയുണ്ട്, കർത്താവെ നീ പോയാ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ഞങ്ങൾ സകലതും വിട്ടാ നിന്നെ അനുഗമിച്ചു. നിന്റെ കൂടെ കൂടി എന്ന ഒറ്റ കാരണത്താൽ യഹൂദന്മാർക്ക് മുഴുവനും ഞങ്ങൾ ശത്രുക്കളാണ്. നിന്റെ കൂടെ കൂടി എന്ന കാരണത്താൽ ഈ പലർക്കും ഞങ്ങൾ നോട്ടപ്പുള്ളികളാണ്. നീ പറയുന്നു നീ ഞങ്ങൾ പോകും, കർത്താവെ ഞങ്ങൾ അനാഥരാകുമോ? ഈ ചിന്ത കർത്താവിന് അറിയാം എന്ന പോലെ കർത്താവ് പറഞ്ഞു, ഞാൻ പോകും, പക്ഷെ ഞാൻ നിങ്ങളെ അനാഥരാക്കിയിട്ട് പോകില്ല. ഞാൻ ജീവിക്കുന്നെങ്കിൽ നിങ്ങളും ജീവിക്കും. നോക്കി, മറ്റാരും എഴുതാതെ യോഹന്നാൻ മാത്രം ആത്മപ്രേരണയോടെ എഴുതി വെച്ചു. എന്റെ ചോദ്യം, യോഹന്നാനെ, ഈ മണിക്കൂറുകളിൽ നീ മാത്രമേ യേശുവിന്റെ കൂടെ ഉള്ളായിരുന്നോ? മത്തായി കൂടെ ഉണ്ടായിരുന്നല്ലോ. വേദ പഠിതാക്കൾ പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം പത്രോസ് പറഞ്ഞു കൊടുത്ത് എഴുതാൻ സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനാണെങ്കിൽ പത്രോസും കൂടെയുണ്ട്, യേശുവിന്റെ 12 ശിഷ്യന്മാരും കൂടെയുണ്ട്. അവരാരും തൊടാത്ത ഈ ഭാഗങ്ങൾ. എന്റെ ചോദ്യം, യോഹന്നാനെ, അവരൊന്നും എഴുതിയില്ല. യോഹന്നാൻ പറയും, പാസ്റ്ററെ അറിയത്തില്ല. അവർ ചിലപ്പോൾ കേട്ട് കാണുകയില്ല. അവർ ചിലപ്പോൾ ഭക്ഷണം മാളികമുറി ഒരുക്കുന്നതിന്റെ തിരക്കിലോ അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണം ഞങ്ങൾ ബാക്കി വന്നത് ഒതുക്കുന്നതിന്റെ തിരക്കിലൊക്കെ ആയിരിക്കാം. എന്റെ ചോദ്യം, നീ എവിടായിരുന്നു ആ മണിക്കൂറുകൾ? യോഹന്നാൻ പറയും, ആ മണിക്കൂറുകൾ മുഴുവനും ഞാൻ അവന്റെ മാറോട് ചാരിക്കിടക്കുകയാണ്. ഞാൻ എഴുതിയത് മുഴുവനും അവന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളാണ്. അങ്ങനെ എഴുതിയ കൂട്ടത്തിൽ ഈ ദൈവ മനുഷ്യൻ നമുക്ക് തന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എൻ്റെ കർത്താവിനോട് പറയുന്നു, ഇതിനകത്ത് ഈ വാക്യത്തിന്റെ ശക്തി ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഈ വാക്യത്തിന്റെ ശക്തി ചില കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഈ വചനം ചില കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നോക്കിയേ, വേദ ചരിത്രം പറയുന്നു, സുവിശേഷ നിമിത്തം യോഹന്നാനെ ഡൊമീഷ്യൻ ചക്രവർത്തി തിളച്ച എണ്ണയിലിട്ടു. പക്ഷെ തിളച്ച എണ്ണയ്ക്ക് യോഹന്നാനെ തകർത്ത് കളയാൻ പറ്റിയില്ല. എന്റെ ചോദ്യം, യോഹന്നാനെ തിളച്ച എണ്ണയിൽ ഇട്ടു എന്നാണ് ഞങ്ങൾ വായിക്കുന്നത്. എണ്ണയ്ക്ക് നിന്നെ തകർക്കാൻ പറ്റിയില്ല എന്ന് ഞങ്ങൾ വായിക്കുന്നു. എന്താ, എണ്ണയ്ക്ക് ചൂടില്ലായിരുന്നു? യോഹന്നാൻ പറയും, ചൂടുണ്ടായിരുന്നു പാസ്റ്ററെ, തിളച്ച എണ്ണയായിരുന്നു. എനിക്ക് മുമ്പിട്ട് പലരും കരിഞ്ഞുപോയി, പലരും വെന്തുപോയി. പക്ഷെ എന്റെ ചോദ്യം, യോഹന്നാനെ നിനക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല? ആ ദൈവ മനുഷ്യൻ ഇങ്ങനെ പറയും, എന്റെ ചിന്തകളാണ്. പാസ്റ്റർ, എണ്ണയിൽ വീഴുമ്പോഴും ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എന്നോട് പറഞ്ഞൊരു ശബ്ദമുണ്ട്, നിന്നിൽ നിന്ന് ഞാൻ കേട്ടൊരു ശബ്ദമുണ്ട്, നീ ജീവിക്കുമെങ്കിൽ ഞാൻ ജീവിക്കും, നീ ജീവിക്കുമെങ്കിൽ ഞാൻ ജീവിക്കും. ഞാൻ ആത്മാവിൽ നീ യോഗത്തോടെ നിങ്ങൾ നോക്കി പറയട്ടെ, തിളച്ച എണ്ണയ്ക്ക് സമാനമായ പ്രതിസന്ധി കൂടി പോകുന്ന ദൈവവേദനെ ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ, നിങ്ങളായിരിക്കുന്ന ടൈം സോണുകളിൽ എവിടെയോ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നൊരു ബോധ്യം നിന്റെ അകത്ത് നിന്ന് കത്തിയാൽ, എവിടെയോ എണ്ണയ്ക്കു സമാനമായ പ്രതിസന്ധിയുടെ അകത്ത് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ഈ ദൈവത്തിന്റെ വചനത്തിനും ദൈവം നിങ്ങൾക്ക് തന്ന ഉറപ്പിനും പറ്റുമെന്ന് പറഞ്ഞാൽ, പാസ്റ്റർ, അത് എന്നോടുള്ള ദൈവ ശബ്ദമാണെന്ന് പറഞ്ഞ് ഇന്നൊന്ന് രാത്രിയിൽ ഒന്ന് ആമേൻ പറഞ്ഞു സ്വീകരിക്കാൻ ഇതിനകത്ത് ഉള്ള ചിലരുടെ മേൽ ആ വചനത്തിന്റെ ശക്തി ജീവിതത്തിന്റെ ഹാലുരിയ വാർദ്ധക്യത്തിൽ, ജീവിതത്തിന്റെ യൗവനത്തിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ എവിടെയോ തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന ദൈവവൈതലേ, അവൻ ജീവിക്കുമെങ്കിൽ നിങ്ങളും ഇന്ന് ജീവിക്കും. തിളച്ച എണ്ണയിൽ നിന്ന് യോഹന്നാനെ, ഹല്ലേലൂയ, എണ്ണയ്ക്ക് യോഹന്നാനെ തകർത്ത് കളയാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലായപ്പോൾ ചരിത്രം പറഞ്ഞു, യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തി. പത്മോസ്, പോയ ഒരുവനും മടങ്ങി വന്നിട്ടില്ല ദൈവദാസന്മാരെ. പോയ ഒരുവനും മടങ്ങി വരാത്ത പത്മോസിൽ നാട് കടത്തപ്പെട്ടു.
ഏകനായി അവിടെ ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്നലകളിൽ നാട് കടത്തപ്പെട്ടവരുടെ അസ്ഥികളും അസ്ഥി കൂമ്പാരങ്ങളും. യോഹന്നാനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാനെ, നീയും നാളെ ഇതുപോലെയാകും. നീയും ഈ പത്മോസിൽ തകർന്നു പോകും. ഞങ്ങളൊക്കെ ഇങ്ങനെ കയറി വന്നതാ, പക്ഷേ ഇന്ന പ്രതിസന്ധി ആ കുടുംബത്തിന് വന്നു, പക്ഷെ ആ കുടുംബം തകർന്നു പോയി. അതുപോലെ നീയും തകർന്നു പോകും. എവിടെയോ ഭയന്ന് നിൽക്കുന്ന ചിലരോട് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്നു. എവിടെയോ ആ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചു, ആ ലക്ഷണം അങ്ങനെയായിരുന്നു, പക്ഷെ അവർ തകർന്നു പോയി. നാളെ നിങ്ങളും അങ്ങനെയായിത്തീരും. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർച്ചകളും സങ്കല്പങ്ങളും നിങ്ങളോട് സംസാരിക്കുമ്പോൾ, യോഹന്നാൻ അതുപോലെ പത്മോസിൽ കിടക്കുമ്പോൾ ഭയന്നു പോയിട്ടുണ്ട് ആ മനുഷ്യൻ. കാരണം മനുഷ്യനല്ലേ, എവിടെയൊക്കെ ഹല്ലേലൂയ ചിന്തകൾ ബാധിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് കർത്താവ് വന്ന് യോഹന്നാനോട് പറയുന്നത്, യോഹന്നാനെ, ഭയപ്പെടേണ്ട. താൻ കേട്ട ശബ്ദം എന്ത് എന്നറിയേണ്ടതിന് താൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ താൻ കണ്ടു അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള, വെള്ളോടിന് സദൃശ്യമുള്ള കാലുള്ള, നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച, മാറത്ത് പൊൻകച്ച കെട്ടിയ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള കർത്താവിനെ കണ്ടു. കർത്താവ് യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, ഭയപ്പെടണ്ട. ഞാൻ മരിച്ചവനായിരുന്നു, അതാണ് ഇതാ എന്നേക്കും ജീവിക്കുന്നു. നീ നോക്കിയേ, നീ എൻ്റെ കയ്യിലേക്ക് നോക്കിയേ. ഇത് കണ്ടോ നീ? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. ഈ പത്മോസ് നിന്നെ തകർക്കുമെന്നാണോ നീ ചിന്തിക്കുന്നത്? നീ ഈ അസ്ഥികളെ പോലെ ആകുമെന്നാണോ ചിന്തിക്കുന്നത്? നീ ഇവിടുന്ന് പുറത്തു വരുത്തില്ലെന്നാണോ ചിന്തിക്കുന്നത്? അല്ലെ, നീ നോക്കടാ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിലാ. ഞാൻ തുറന്നു കൊടുക്കാതെ മരണത്തിന് ഈ പത്മോസിലേക്ക് കടക്കാൻ കഴിയുകയില്ല. ഉണ്ടോ ആരെങ്കിലും ഒക്കെ ഈ ദൂതന്റെ മുമ്പിൽ? ഞാൻ അനുവദിക്കാതെ പ്രതിസന്ധിക്ക് നിന്റെ ജീവിതത്തിൽ കടക്കാൻ കഴിയുകയില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില സൗഖ്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കുകയാണ്. എവിടെയും നിന്റെ ഭയം മാറുകയാണ്. ദൈവം അനുവദിക്കാതെ നിങ്ങളുടെ കാലഗതികൾ ദൈവത്തിന്റെ കയ്യിൽ. ഇത് പറയുമ്പോൾ കർത്താവിന്റെ ആത്മാവിന് പ്രേരണ തരുന്നു. എവിടെയോ നിന്റെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളുടെ അകത്ത് നിങ്ങൾ പുറത്തു വരികയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, യോഹന്നാൻ പത്മോസിൽ പോയി. ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് ആ മനുഷ്യൻ പുറത്തു വന്നു. ആ പുറത്തു വന്നതാണ് ഇതിനകത്തുള്ള 66-ാമത്തെ പുസ്തകമായ വെളിപ്പാട് ഇതിനകത്ത് കിട്ടുവാൻ നമുക്ക് കാരണമായത്. ഞാനൊരു ദൂത് പറയട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക മാത്രമല്ല, ആ പുറത്തു വരുന്ന സാക്ഷ്യം അനേകരെ ജീവിപ്പിക്കാൻ ഇടയായി തീരുമെന്ന് ഞാൻ പറഞ്ഞാൽ, ആ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക മാത്രമല്ല, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഒരു തലമുറയ്ക്ക് ഹല്ലേലൂയ കയറി പിടിക്കാനുള്ള പിടിവള്ളികളായി മാറുമെന്ന്, അവൻ ജീവിക്കുന്നു എന്ന് ഒരു തലമുറയ്ക്ക് ബോധ്യപ്പെടുത്താൻ കർത്താവ് ദിവസങ്ങൾ നിങ്ങളുടെ സാക്ഷ്യങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്തോ ഇതിനകത്ത് സൗഖ്യങ്ങൾ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. നോക്കി, ഞാൻ വായിച്ച ഭാഗത്തിലേക്ക് വരട്ടെ. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. എന്താ അതിനർത്ഥം? നമുക്ക് ഒരു ഉടമസ്ഥനുണ്ടല്ലേ, നമുക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ടല്ലേ, അല്ലേ? നമ്മള് അനാഥരല്ല, ഇല്ലേ ദൈവമക്കളെ? നമ്മൾ അനാഥരല്ല. നമ്മൾ തകർന്നു പോകാൻ അനുവദിക്കാത്ത ഒരാളുണ്ട് നമുക്കൊരു ഉടമസ്ഥനുണ്ട്. എന്തോ ധൈര്യം ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. കർത്താവിന്റെ വലിയ കൃപ ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. എന്തോ വലിയ ഒരു ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉടമസ്ഥനുണ്ട്, നമുക്കൊരു യജമാനനുണ്ട്, നമുക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. കുറച്ചും കൂടി ഞാൻ ആഴത്തിൽ പറഞ്ഞാൽ നമുക്ക് ഒരു അപ്പനുണ്ട്, അല്ലേ? നമുക്കൊരു അപ്പനുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ആഴത്തിൽ നിങ്ങൾക്കൊന്ന് വിളിക്കാം. ഹൃദയത്തിന്റെ ആഴത്തുനിന്ന്, പപ്പായെ, എന്തോ വാക്കായില്ലേ? ആ ദേവദാസൻ വർഷിപ്പ് ചെയ്തപ്പോൾ പറഞ്ഞ വാക്കുകളാണ് കർത്താവിന്റെ ആത്മാവിന്റെ ഉള്ളിൽ തരുന്നത്. നമ്മൾ മക്കള് പപ്പായെ എന്നൊന്ന് വിളിക്കാം. ഇത് വിളിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് വലിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങാൻ പോവുകയാണ്. നോക്കി, ഒന്ന് വിളിക്കാമോ? സ്തോത്രം. പ്രിയരെ, നമ്മൾ വിളിക്കും എപ്പോഴാണെന്നറിയാമോ? പാസ്റ്റർ പറയുമ്പോൾ, അല്ലെങ്കിൽ ബൈബിള് വായിക്കുമ്പോൾ ഇങ്ങനൊരു വാക്യം ഉണ്ടല്ലോ, ഇന്നോട്ട് ഇങ്ങനെ വിളിക്കാം. പക്ഷേ പ്രിയരെ, പിശാച് നമ്മളെ കൊണ്ട് വിളിപ്പിക്കത്തില്ല. കാരണം അവൻ തകർത്ത ബന്ധമായത് അപ്പനും മകനും, അപ്പനും മകളും. ഇതവൻ തകർത്ത് കളഞ്ഞ ബന്ധം. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും. ഈ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ
ഒരു കാലഘട്ടം മുഴുവനും എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത, അല്ലെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിരിക്കാം, ദൂരെ നിൽക്കുന്നൊരു ദൈവം, നമ്മൾ താഴെ നിന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ, ഒരു പരിധിവരെ ചിലർക്കെങ്കിലും അതുണ്ട്. എവിടെയോ നിൽക്കുന്നൊരു ദൈവം, ഇവിടുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ. ദൈവം പറയും, ഞാൻ ദൈവം, എന്നെപ്പോലെ ഒരു ദൈവവും, എന്നെപ്പോലെ ജീവനുള്ള ആരുമില്ല, ജീവനുള്ള ഒരു ദൈവവും ഇല്ല. പക്ഷേ എൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച എൻ്റെ മക്കൾ എന്നെ ദൈവമേ എന്ന് വിളിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്നെ അപ്പായേ എന്ന് വിളിക്കുന്നതാണ്. ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? ഇന്ന് പകല്, ഇന്ന് രാത്രിയിൽ ഒരു തലമുറ ഇവിടെ നിന്നുണ്ട് അപ്പാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നൊരു സ്വർഗമുണ്ട്. നോക്കി, ഈ പിശാച് തകർത്ത ബന്ധമാണ് പ്രിയരെ ഇത്. അവൻ അതുകൊണ്ട് ഒരു തലമുറ അപ്പാ എന്ന ബോധ്യത്തിൽ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ ആ ദുരാത്മലോകം ഉറക്കും. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം നോക്കി, ഞാൻ എൻ്റെ 1-2 വേഗത്തിൽ ചില കാര്യം പറയട്ടെ. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ദൈവം ഇറങ്ങിയിരിക്കുന്നു. ദൈവം നിരത്ത പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, ആ രൂപമുണ്ടാക്കി, സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, മുട്ടുകുത്തി നിന്ന് അവനിലേക്ക് ജീവശ്വാസം ഊതി, കണ്ണിമ വെട്ടി ആദം കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ ആദം ആദ്യം കണ്ടത് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി നിൽക്കുന്ന ദൈവത്തെ. ആ ആദമിനെ നോക്കി ദൈവം പറഞ്ഞു, മോനെ, നിന്റെ അപ്പനാടാ ഞാൻ. ശ്രദ്ധിക്കണേ, നിന്റെ അപ്പനാ ഞാൻ. നിനക്ക് സംശയമുണ്ടോ? എങ്കിൽ ഒരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും എന്നെ വായിച്ച് സഹായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ. യേശുവിനെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ ജോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. ജോസഫ് ഹേലിയുടെ മകൻ, ഏലി മത്താസിന്റെ മകൻ, മത്യാസ് ലേവിയുടെ മകൻ, ലേവി മെൽക്കിയുടെ മകൻ, മെൽക്കി എന്നായിയുടെ മകൻ, എന്നായി ജോസഫിന്റെ മകൻ, ജോസഫ് മത്യാസിന്റെ മകൻ. മതി നോക്കി, നമ്മൾ ഇത് ഇനി വായിച്ച ഭയങ്കര പാടാ വായിക്കാൻ. നമ്മൾ സാധാരണ ഇത് വായിക്കാറില്ല, കാരണം പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ഇതിനില്ല. കാരണം നമ്മൾ വരുന്ന ഈ 23 വായിച്ച് 2 വാക്യം വായിച്ചിട്ട് പിന്നെ നമ്മൾ 4-ാം അധ്യായം 1 മുതലാണ് വായിക്കുന്നത്. സത്യമാ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് പലരും ചിരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ വായിക്കും, കാരണം പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ഇല്ലാത്ത കുറെ വാക്യം. യേശു താൻ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ ജോസഫിന്റെ മകൻ ജനം വിചാരിച്ചു. ജോസഫ് മധ്യാത്തിന്റെ മകൻ, ഇങ്ങനെ കിടക്കുകയാണ്. എന്നാൽ ഇത് അവസാന 2 വാക്യം, ആ അധ്യായത്തിന്റെ അവസാന 2 വാക്യം. അധ്യായത്തിന്റെ അവസാന 2 വാക്യം, 3-ാം അധ്യായത്തിന്റെ മകൻ ഹാനോക്ക് യാരാമിന്റെ മകൻ, യാരാദ് മലയാലിന്റെ മകൻ, മലയാലിയ കയ്യാലിന്റെ മകൻ, കയ്യാൻ ഏനോശിന്റെ മകൻ, ഏനോശ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. എന്തോ വാക്യല്ലേ, ആദം ദൈവത്തിന്റെ മകൻ. യേശു കർത്താവ് മുതൽ ആദം വരെയുള്ള വംശാവലിയെ ഓർഡറിൽ പരിശുദ്ധ പറഞ്ഞിട്ട് ആദമിന്റെ അപ്പനെ ചൂണ്ടിട്ട് പറഞ്ഞു, ആദമിന്റെ അപ്പൻ ദൈവം. അങ്ങനാണെങ്കിൽ തോട്ടത്തിൽ കണ്ണിമ വെട്ടിയ ആദമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, മോനെ, നിന്റെ അപ്പനാടാ ഞാൻ. ആദം ദൈവത്തെ മകനെ, മോനെ എന്ന് വിളിച്ചെങ്കിൽ ആദം തിരിച്ചു വിളിച്ചത് അപ്പ എന്നായിരിക്കില്ലേ? നോക്കി, അപ്പനും മകനും എന്നുള്ള ബന്ധം. വെയിലാറുമ്പോൾ അപ്പൻ ഇറങ്ങി വരും, മോന്റെ കയ്യെ പിടിക്കും, അവർ തോട്ടത്തിൽ കൂടി നടക്കും. മോനോട് അപ്പം പറഞ്ഞിട്ടുണ്ട്, മോനെ, നീ വാഴണോടാ, നീ നിറയണം, നീ വർദ്ധിക്കണം, കാരണം നീ എൻ്റെ മകനാണ്. ആ ബന്ധം, ആ ആഴമായ ബന്ധത്തിന്റെ നടുവിലേക്കാണ് പിശാച് പാപത്തെ പ്രവേശിപ്പിച്ചത്. അനുസരണക്കേടില്ല, അവനെ തകർത്തു കളഞ്ഞ്, ഈ ബന്ധത്തെ തകർത്തു കളഞ്ഞത് അവനാണ്. നോക്കി, ഇന്നലെ വരെ അപ്പാ എന്ന് വിളിച്ച മകൻ, ഇന്നലെ വരെ അപ്പനിൽ നിന്ന് മോനെ എന്ന് വിളി കേട്ട ആദം, പാപം പ്രവേശിച്ചപ്പോൾ ഒരു പ്രഭാതത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ മകനെ തോട്ടത്തിന് പുറത്താക്കി, മടങ്ങി വരാതിരിക്കാൻ കെരൂബുകളെ കാവലുമാക്കി. ഈ ആക്കിയപ്പോൾ അപ്പന്റെ ഹൃദയം വേദനിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വേദനിച്ചു. പക്ഷെ പാപത്തോട് കോംപ്രമൈസ് ചെയ്യാൻ എന്റെ ദൈവത്തിന് സാധിക്കും. 930 വർഷം വരെ ആദം ജീവിച്ചു. 930 വർഷം വരെ ആദം ജീവിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എല്ലാം നഷ്ടപ്പെട്ട വേദനയോടെ ആദം കഴിഞ്ഞുപോയി. കാരണം എല്ലാം അനുഭവിച്ചവനാണ് പ്രിയ ആദം. ആദം നമ്മൾ അനുഭവിക്കുന്ന സാന്നിധ്യമല്ല അനുഭവിച്ച, ആക്ഷരികമായ ദൈവത്തിന്റെ കയ്യെ പിടിക്കുകയായിരുന്നു. വേദപുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, 8 തലമുറ ആദം കണ്ടു.
നോഹയുടെ പിതാവിന് വരെ ആദം കണ്ടു. ഒരു വലിയ സമൂഹത്തിന് മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ട വേദനയോടെ ആദം തന്റെ ജീവിതം കഴിച്ചുകൂട്ടി. ഹാനോക്ക് ദൈവത്തോടു കൂടി നടക്കുന്നു എന്നും ആരറിഞ്ഞെന്നറിയാമോ? ആദം കണ്ടു. ഹാനോക്ക് വന്ന് പറഞ്ഞു കാണും, അപ്പാ വല്യപ്പച്ച, ഞാൻ ദൈവത്തോടു കൂടെ നടക്കുന്നേ. ആദം പറയും, മോനെ, നീ നടക്കുന്നു എന്ന് പറയുന്നത് കൊള്ളാം, നീ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം, നീ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ നടന്നതുപോലെ ഒരിക്കലും നിനക്ക് നടക്കാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിന്റെ മുഖം കണ്ടാൽ മരിച്ചു പോകുമെന്ന നിലവാരത്തിലേക്ക് തോട്ടത്തിന് പുറത്ത് മനുഷ്യൻ മാറ്റപ്പെട്ടു. ഞാൻ ശബ്ദം കേൾക്കുകയല്ലായിരുന്നു, ഞാൻ സാന്നിധ്യം അനുഭവിക്കുകയല്ലായിരുന്നു, ഞാൻ അക്ഷരികമായി ദൈവത്തോട് കൂടെ ആയിരുന്നു. ഓക്കെ, അപ്പോ ഒരു തലമുറയുടെ മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ട വേദനയോടെ ആദം തന്റെ ജീവിതം കഴിച്ചുകൂട്ടി. തോട്ടത്തിന്റെ അകത്ത് ആദമിന്റെ അപ്പൻ ദൈവമാണ്, നമ്മൾ വായിച്ചു. അങ്ങനാണെങ്കിൽ എന്റെ ചോദ്യം, തോട്ടത്തിന്റെ പുറത്ത് ആദമിന്റെ അപ്പൻ? ശ്രദ്ധിക്കും, തോട്ടത്തിന്റെ അകത്ത് ആദമിന്റെ അപ്പൻ ദൈവം, തോട്ടത്തിന്റെ പുറത്ത് ആദമിന്റെ അപ്പൻ. 1 യോഹന്നാൻ 3:8 വാക്യം ഇങ്ങനെ പറയുന്നു, ശ്രദ്ധിക്കുക, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവൻ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവൻ. തോട്ടത്തിന്റെ അകത്ത് ആദമൻ ദൈവത്തെ അപ്പാന്ന് വിളിച്ചവനെ കൊണ്ട് തോട്ടത്തിന്റെ പുറത്ത് പിശാച് വിളിപ്പിച്ചു, ഇന്ന് മുതൽ നീ എന്നെ വിളിക്കണം അപ്പാ. ഉണ്ടോ നിങ്ങൾ എന്റെ കൂടെ? പാപം ചെയ്തപ്പോൾ സംഭവിച്ചു പോയത് പിതൃത്വം ചേഞ്ചായി. എവിടെയോ ആത്മതലങ്ങളിൽ പിതൃത്വം ചേഞ്ചായി. ഇന്നലെ വരെ തോട്ടത്തിന്റെ അകത്ത് ദൈവത്തെ അപ്പാന്ന് വിളിച്ചവൻ തോട്ടത്തിന്റെ പുറത്ത് പിശാച് പറഞ്ഞു, ഇന്ന് മുതൽ നിന്റെ പിതൃസ്ഥാനം എനിക്കാ. ഞാൻ അതാ ആദ്യമേ പറഞ്ഞത്, ഇത് പിശാച് തകർത്ത് കളഞ്ഞ ബന്ധമാണ്. ഉണ്ടോ നിങ്ങൾ എന്റെ കൂടെ? അതുകൊണ്ട് ഈ തലമുറയിൽ എവിടെയോ ആ ബന്ധത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിഞ്ഞ് അപ്പായി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ദുരാത്മലോകം വിറയ്ക്കും. ശ്രദ്ധിക്കുക, ഇനിയും ഒരുവനെ കൊണ്ടും ഞാൻ അപ്പാ എന്ന് ദൈവത്തെ വിളിപ്പിക്കുകയില്ല. ഇതാണ് പിശാചിന്റെ ടാർഗറ്റ്. ഇനിയും ഒരു തലമുറയെ കൊണ്ട് ഞാൻ ദൈവത്തെ അപ്പാ എന്ന് വിളിപ്പിക്കുകയില്ല, ഈ ബന്ധത്തിലേക്ക് മടക്കിയെടുക്കുകയില്ല എന്ന് പിശാച് ഹല്ലേലൂയ തീരുമാനിച്ചു. നോക്കിക്ക്, ദീർഘവർഷങ്ങൾ, ദീർഘകാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. രാജാക്കന്മാർ എഴുന്നേറ്റു, പ്രവാചകന്മാർ എഴുന്നേറ്റു, മോശയെ പോലെ ശക്തരായവർ എഴുന്നേറ്റു. അവർക്കാർക്കും ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ ഉള്ള ഹല്ലേലൂയ യോഗ്യതയില്ല, ഭാഗ്യം കിട്ടിയില്ല. എഴുന്നേറ്റോരെ എല്ലാം ഹല്ലേലൂയ ആ ബന്ധത്തിലേക്ക് കയറ്റാതെ പിശാച് തകർത്ത് കളഞ്ഞു. കാരണം വിളിക്കാൻ കഴിയുകയില്ല. ഇനിയും ഈ ബന്ധത്തിലേക്ക് ഒരിക്കലും ഒരുവനെ മടക്കി കൊണ്ടുവരുത്തില്ല എന്ന് പിശാച് ചിന്തിച്ചു. ഞാൻ ഹല്ലേലൂയ അങ്ങനെ ചിന്തിക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് യോർദാന്റെ കരയിൽ യേശു കർത്താവ് സ്നാനപ്പെടുമ്പോ ഞാനൊരു ശബ്ദം കേട്ടു. എവിടെയോ സ്വർഗം തുറന്ന് വിളിച്ചൊരു ശബ്ദം, ഈവൻ എന്റെ പ്രിയ പുത്രൻ. ഉണ്ടോ നിങ്ങൾ? ഈവൻ എന്റെ പ്രിയ പുത്രൻ. പൂർണ്ണമായും ദൈവവും പൂർണ്ണമായും മനുഷ്യനുമായ ഒരുവനെ നോക്കി സ്വർഗം വിളിച്ചു പറഞ്ഞു. എവിടെയോ തോട്ടത്തിന്റെ അകത്ത് വർഷങ്ങൾക്ക് മുമ്പ് മുഴങ്ങിക്കേട്ട ശബ്ദം, തോട്ടത്തിന്റെ പുറത്ത് ഈവൻ എന്റെ പ്രിയ പുത്രൻ. ഞാൻ ചിന്തിക്കും ദൈവദാസന്മാരെ, ദുരാത്മലോകം വിറച്ചിട്ടുണ്ട്, ദുരാത്മലോകം വിറച്ചിട്ടുണ്ട്. കാരണം എവിടെയോ നഷ്ടപ്പെട്ടു പോയ ബന്ധം വീണ്ടും പണിയാൻ ദൈവം ഇറങ്ങി വരുന്നു. തോട്ടത്തിന്റെ അകത്ത് ആദമിനെ മകനെ എന്ന് വിളിച്ചെങ്കിൽ ഇവിടെ അല്പം മാറ്റിയ വിളിച്ച ഇവൻ എന്റെ പ്രിയ പുത്രൻ. ഉണ്ടോ? ഹല്ലേലൂയ. പിശാച്, നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്ത സെക്കൻഡ് മുതൽ, അടുത്ത വാക്യം മുതൽ പിശാച് ചോദിച്ചു തുടങ്ങി. യേശുവിനെ പരീക്ഷിക്കാൻ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ ആദ്യത്തെ ചോദ്യം, നീ ദൈവപുത്രൻ എങ്കിൽ. നോക്കി, നീ ദൈവപുത്രൻ എങ്കിൽ. പിശാചെ, നിനക്കെന്താ ഇത്ര അറിയാം വ്യഗ്രത? പറയും, ഇവൻ ദൈവപുത്രനാണെങ്കിൽ, ആ ബന്ധം വീണ്ടും പണിയുകയാണെങ്കിൽ എന്റെ പിതൃത്വം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ദീർഘനാളുകളായി ഒരു തലമുറയെ മുഴുവനും അവന്റെ പിതൃസ്ഥാനം ഞാൻ ഏറ്റെടുത്തുന്നതിന്റെ നടുവിൽ നിന്ന് എന്റെ പിതൃത്വം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്റെ ചോദ്യം, പിശാചെ, നീ എന്തിന് ഈ ബന്ധത്തെ ഭയപ്പെടുന്നു? പിശാച് പറയും, ഈ ബന്ധത്തിനകത്ത് കണ്ടീഷൻ ഇല്ല പാസ്റ്റർ, അൺകണ്ടീഷനാ. അപ്പനും മകനും അപ്പനും മകളും എന്ന ബന്ധം കണ്ടീഷൻ ഇല്ലാത്ത ബന്ധം. മനസ്സിലായോ നിങ്ങൾക്ക്? എനിക്കൊരു മകളുണ്ട്, ഒരു മകളെ ഉള്ളൂ. ഞങ്ങൾ വഴക്ക് കൂടും, ഞങ്ങൾ പിണങ്ങും, ഞാൻ തല്ലുകൊടുക്കും. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ബാലശിക്ഷ കഴിക്കും. പക്ഷെ ഞാൻ തല്ലുന്നത് കണ്ട് എൻ്റെ അയൽക്കാരൻ തല്ലാൻ വന്നാൽ അപ്പൻ ഇടപെടും. ഉണ്ടോ നിങ്ങൾ? ഞാൻ തല്ലും,
ഞാൻ വഴക്ക് പറയും. ഞാൻ വഴക്ക് പറയുന്നത് കണ്ട് വേറൊരാളെന്റെ കുഞ്ഞിനെ അടിക്കാൻ വന്നാൽ അപ്പൻ ഇടപെടും. ഇതാണ് അപ്പനും മകനും, അപ്പനും മകളും എന്ന ബന്ധം. കണ്ടീഷൻ ഇല്ലാതെ ഞങ്ങൾ പിണങ്ങിയിരിക്കും. പക്ഷെ അവളുടെ നിസ്സഹായതയിൽ പപ്പായേ എന്നൊന്ന് വിളിച്ചാൽ അപ്പനുറങ്ങും. ഞാനൊരു വാക്യം പറയട്ടെ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനം കൊടുക്കുമെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ അപ്പൻ ഇന്ന് പകൽ, ഇന്ന് രാത്രിയിൽ എവിടെയോ ആ ബന്ധത്തിന്റെ ആഴങ്ങൾ നിങ്ങളുടെ മേൽ തുറക്കുകയാണ്. നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും അപ്പായി എന്ന് വിളിച്ചാൽ അൺകണ്ടീഷൻ ആയിട്ടുള്ള ഒരു സ്നേഹം. എന്റെ ദൈവദാസൻ പറയും, ഞാൻ ഒരിക്കൽ കർത്താവ് ചോദിച്ച, കർത്താവ് എന്തിനാ ഈ ബന്ധത്തിലേക്ക് എന്നെ കൊണ്ടുവന്നേ? എനിക്ക് പരിശുദ്ധാമ തന്നൊരു ബോധ്യ, മോനെ, അളവില്ലാത്ത കൃപ നിന്നിലേക്ക് ഒഴുക്കാനുള്ള ചാനലാ ഈ ബന്ധം. അളവില്ലാത്ത കൃപ. ഒരു ഇലക്ട്രിക് പ്ലഗിൽ കുത്തികെട്ട് ഞാൻ വയർ വഴി അല്ലെങ്കിൽ ഒരു കേബിൾ വഴി ഞാൻ മറ്റൊരു സാധനത്തിലേക്ക് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിക്കുന്നത് പോലെ ഈ ദൈവത്തിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവകൃപയെ ഒഴുക്കിയെടുക്കാനുള്ള ചാനലാ പ്രിയരെ ഈ ബന്ധം. എവിടെയോ ഈ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ, പക്ഷെ ഇതൊരു വെളിപ്പാടായിട്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പ്രതിസന്ധിയിലേക്ക്, നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക്, നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് ഈ വെളിപ്പാടിനുമായി നിങ്ങൾ അപ്പാന്നൊന്ന് വിളിച്ചാൽ ഇതുവരെ ഇല്ലാത്തതുപോലെ ഒരു ഇൻറ്റുമസി, ഇതുവരെ ഇല്ലാത്തതുപോലെ ഒരു ധൈര്യം, നിങ്ങൾ അനാഥരല്ല എന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് ഇന്ന് തരാൻ പോവുക ഉണ്ടോ? യേശു കർത്താവ് തന്റെ ശുശ്രൂഷയിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വന്നു. ഞാൻ പിതാവിന്റെ മടിയിലിരുന്ന ഓമനപുത്രനാണ്. പിതാവിൽ നിന്ന് കേൾക്കാത്തതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണം, ഞാൻ പിതാവിന്റെ മടിയിലിരുന്ന ഓമനപുത്രനാ. ഞാൻ പിതാവിൽ നിന്ന് കേൾക്കാത്തതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നു. ഒരിക്കൽ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം, പക്ഷെ നിങ്ങൾക്ക് വിളിച്ച രീതിയല്ല ഞാൻ വിളിക്കുന്നത്. ഞാൻ വിളിക്കുന്നത് മറ്റൊരു രീതിയാണ്. പക്ഷേ എൻ്റെ പിതാവിന്റെ ഇഷ്ടം എനിക്കറിയാം, ഞാൻ എന്തിനു വന്നു എന്നും എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഉണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നോക്കിയേ, ഞാൻ ചിന്തിക്കുകയാണ്, ദുരാത്മലോകം വിറച്ചിട്ടുണ്ട്. എവിടെയോ പുത്രൻ വന്നിരുന്നൊരു തലമുറയെ കൊണ്ട് തോട്ടത്തിന്റെ അകത്ത് നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട്, തോട്ടത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് ദൈവത്തെ അപ്പാ എന്ന് വിളിപ്പിക്കുന്നു. ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? എവിടെയോ ഞാൻ എന്തിനാ വന്നെന്ന് എനിക്കറിയാം പ്രിയരെ. കർത്താവ് പറഞ്ഞത് ഞാൻ എന്തിനാ വന്നെന്ന് എനിക്കറിയാം. പിതാവിന്റെ ഇഷ്ടം, ഈ ഇഷ്ടം നിവർത്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കുമ്പോൾ യുവണ്ണം പ്രാർത്ഥിക്കും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പ്രിയരെ, ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് പാസ്റ്റർമാരല്ല. ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ കൺവെൻഷൻ പ്രീച്ചേഴ്സ് അല്ല. ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് തന്റെ മടിയിലിരുന്ന പുത്രൻ. ഉണ്ടോ നിങ്ങൾ? ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ എന്നെ പഠിപ്പിച്ചത്, നമ്മളെ പഠിപ്പിച്ചത് തൻ്റെ മടിയിലിരുന്ന പുത്രനാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ എവിടെയോ നിങ്ങളുടെ ആ കാഴ്ചപ്പാടുകൾ മാറിയാൽ, കർത്താവ് നിങ്ങൾ ഇരിക്കുന്നിടത്തൊരു സാന്നിധ്യം ചലിക്കുന്നുണ്ട്, എനിക്കറിയാം. ഈ ശിഷ്യന്മാർ അങ്ങനെ പ്രാർത്ഥിച്ചോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം അവർക്ക് പ്രാർത്ഥിക്കാൻ എത്രത്തോളം പറ്റുമെന്ന് അറിയത്തില്ല. കാരണം അവർ പ്രാർത്ഥിച്ചു ശീലിച്ച ഒരു പദമല്ലത്, അവർ വിളിച്ച് ശീലിച്ചൊരു പദമല്ല. കാരണം അവരുടെ വലിയ പ്രവാചകനായ മോശ വിളിച്ചിട്ടില്ല, ദാവീദ് വിളിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ വെളിപ്പാടിൽ പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി. റോമാ ലേഖനത്തിലേക്ക് വെളിപ്പാട് കൈമാറിയപ്പോൾ ആ ദൈവമനുഷ്യൻ സഭയോട് ഇങ്ങനെ പറഞ്ഞു, പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല, നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അത്രേ
പ്രാപിച്ചത്. ഉണ്ടോ നിങ്ങൾ? അതിങ്ങനെയാണ് അതായത് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളാണ്. ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല, നമാബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം മക്കൾ, ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നമ്മൾ മക്കളെങ്കിലോ അവകാശികൾ. ശ്രദ്ധിക്കുക, എന്താ വാക്യത്തിനർത്ഥം? പിതാവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ അപ്പാ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല അല്ലേ? കുഴപ്പമില്ല, എന്റെ പുത്രൻ എന്നെ വിളിക്കുന്ന അപ്പാന്ന. ഞാൻ എന്റെ പുത്രന്റെ ആത്മാവ് എടുത്ത് നിങ്ങൾക്ക് തരാം, അപ്പോ നിങ്ങൾക്ക് എന്നെ വിളിക്കാമല്ലോ അപ്പാന്ന്. അതല്ലേ ആ വാക്യത്തിനർത്ഥം? പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല, നാം അബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നോക്കിയേ, എവിടെയോ ദൈവാത്മാവിനെ നമുക്ക് തന്നത് കൈയടിക്കാനല്ല പ്രിയരെ. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് അന്യഭാഷ പറയാനല്ല. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത്, ഞാൻ ഇങ്ങനെ പറയും, ഭൂലോകത്തൊക്കെ പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പറയാനുമല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മൾ ഭൂലോകത്തൊക്കെ പോയി സുവിശേഷവും പറയും, കയ്യും അടിക്കും, അന്യഭാഷയും പറയും. അതിനപ്പുറം എവിടെയോ തോട്ടത്തിന്റെ അകത്ത് നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിന്റെ ആഴത്തിലേക്ക് എന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അതാ വാക്യം പറയുന്നത്. നമ്മൾ മക്കളെന്ന് ദൈവാത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തോട്ടത്തിന്റെ അകത്ത് കിടന്ന ബന്ധത്തിന്റെ ആഴത്തിലേക്ക്, കുഞ്ഞെ, മോനെ, നീ മോനാടാ, നീ മോളാടാ, എവിടെയോ നീ മക്കളാടാ എന്ന് 24/7 നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാ വാക്യം, നമ്മൾ മക്കളെങ്കിലും അവകാശികൾ, ക്രിസ്തേശുവിനോട് കൂട്ടവകാശി. എവിടെയോ ഒരു ആ ബന്ധത്തിന്റെ ആഴത്തിലേക്ക് ആത്മാവ് ചിലരെ കൊണ്ടുവരികയാണ്. പ്രതിസന്ധിയുടെ നടുവിലും മകനാണെന്നുള്ള ധൈര്യത്തോടെ നിൽക്കാൻ. ഓക്കെ പ്രിയരെ, യേശു കർത്താവിന്റെ ക്രൂശു മരണം വളരെ അടുത്ത് നിന്ന് കണ്ട ആളാണ് യോഹന്നാൻ. ബാക്കിയുള്ളവരെല്ലാം ചിതറിയോടി. ഒരിക്കലും തള്ളിപ്പറയത്തില്ല എന്ന് പറഞ്ഞ ശിമോൻ തള്ളിപ്പറഞ്ഞു. ക്രൂശു മരണം വളരെ അടുത്ത് നിന്ന് ഈ മനുഷ്യൻ കണ്ടു. മുൾക്കിരീടം തലയിൽ വെക്കുന്നതും ക്രൂശുമായി വീഴുന്നതും നിലവിളിക്കുന്നതും കുന്തം കൊണ്ട് കുത്തുന്നതും തുപ്പലേക്കുന്നതും നിന്നെ അനുഭവിക്കുന്നതെല്ലാം അടുത്ത് നിന്ന് കണ്ടു. എന്റെ ചോദ്യം, യോഹന്നാനെ, നിനക്കിതെല്ലാം കണ്ടപ്പോ എന്ത് തോന്നി? ഈ ക്രൂശു മരണം ഇങ്ങനെ അടുത്ത് നിന്ന്, ഈ നിലവിളി, ഈ കരച്ചിൽ, ഈ നിസ്സഹായത, ഈ ഹല്ലേലൂയ തുപ്പ്, ഇതെല്ലാം ഈ കണ്ടപ്പോ നിനക്കെന്ത് തോന്നി? യോഹന്നാൻ എഴുതി, കാൺമീൻ, നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നു. നോക്കിയേ, 1 യോഹന്നാൻ 3:1 ഞാൻ വായിച്ചത്. കാൺമീൻ, നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. എന്തോ വാക്യല്ലേ! എനിക്ക് മനസ്സിലായി പാസ്റ്ററെ, ഈ സഹിക്കുന്നതെല്ലാം കണ്ടപ്പോ എവിടെയോ ഞാൻ മകനാവാൻ വേണ്ടിയിട്ടാ. തോട്ടത്തിന്റെ അകത്ത് നഷ്ടപ്പെട്ടു പോയ ആ ബന്ധത്തിലേക്കാ എന്നെ മടക്കിക്കൊണ്ടുവന്നത്. എവിടെയോ അൺകണ്ടീഷനായി ഇറങ്ങുന്ന ആ സ്നേഹം എന്നിലേക്ക് ഒഴുക്കാൻ വേണ്ടിയിട്ടാ. യേശുവിന്റെ കാൽവരി മരണം പാപത്തിന്റെ പരിഹാരം വരുത്താനല്ലേ? നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്താനാ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, പാപം പ്രവേശിച്ചപ്പോഴാണ് ഈ അപ്പനും മകനും എന്ന ബന്ധം നഷ്ടപ്പെട്ട തോട്ടത്തിനകത്ത്. അങ്ങനാണെങ്കിൽ പാപത്തിന്റെ പരിഹാരം വന്നു കഴിഞ്ഞാൽ ആദ്യം മടക്കി തരേണ്ടത് അപ്പനും മകനും, അപ്പനും മകളും എന്ന ബന്ധമല്ലേ? അപ്പോൾ പാപത്തിന്റെ പരിഹാരം ഒരാളുടെ ജീവിതത്തിൽ കാൽവറിയുടെ മരണത്തിന്റെ വെളിപ്പാട് ഒരാളെ കിട്ടിയാൽ ആദ്യം സംഭവിക്കേണ്ടത് നിങ്ങൾ മകളാണ്, മകനാണെന്നുള്ള ബോധ്യ. കർത്താവിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് ആയിരിക്കുന്നിടത്ത് ഇതുവരെ ഇല്ലാത്തതുപോലെ ഒരു ഇന്റിമസിയുടെ തലം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. എവിടെയോ അപ്പായി എന്നൊന്ന് വിളിച്ചാൽ നിങ്ങൾക്കൊന്ന് വിളിക്കാമോ? ഇത് സൂം മീറ്റിംഗ് ആണ്, പരിമിതിയുണ്ട്. പക്ഷെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം തുറന്ന് അപ്പാ എന്ന് വിളിച്ചാൽ ഇതുവരെ ഇല്ലാത്തതുപോലെ ഒരു ദൈവത്തിന്റെ കരം നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ, അത് നിങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, അത് എന്തും പ്രശ്നമായിക്കോട്ടെ, അത് രോഗം എന്തു തന്നെ ആയിക്കോട്ടെ, അത് കടഭാരം എന്തു തന്നെ ആയിക്കോട്ടെ, എവിടെയോ ഒരു ദൈവത്തിന്റെ കരം നിങ്ങളിലേക്ക് ഇറങ്ങുകയാണ്.
നിങ്ങൾ വേദന അനുഭവിക്കണം. എൻ്റെ മകൾ വേദനിച്ചിരിക്കണമെന്ന് ഒരു അപ്പൻ ആഗ്രഹിക്കത്തില്ല. എൻ്റെ കുഞ്ഞ് ഹല്ലേലൂയ ബുദ്ധിമുട്ടിൽ പോകണമെന്ന് ഒരു അപ്പൻ ആഗ്രഹിക്കത്തില്ല. അങ്ങനാണെങ്കിൽ എവിടെയോ ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല എന്ന് തമ്പുരാൻ നമ്മോട് പറഞ്ഞ പ്രിയരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ ഈ പഴയ നിയമത്തിൽ ഒരു അപ്പനെ കണ്ടു. ദൈവദാസന്മാരെ, പാപം പ്രവേശിച്ചപ്പോൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ മകനെ പുറത്താക്കി തോട്ടത്തിൽ മടങ്ങി പ്രവേശിക്കാതിരിക്കാൻ കെരൂബുകളെ കാവലുമാക്കിയ ഒരു അപ്പൻ ഇല്ലേ? പാപം പ്രവേശിച്ചപ്പോൾ മകനെ തോട്ടത്തിന് പുറത്താക്കി. ഇന്നലെ വരെ അപ്പ എന്ന് വിളിച്ചവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, കെരൂബുകളെ കാവലുമാക്കി. ആ ഒരപ്പനെ ഞാൻ ഉൽപ്പത്തി കണ്ടു. പക്ഷേ പുതിയ നിയമത്തിൽ ഞാനൊരു അപ്പനെ കണ്ടു. മകൻ പോയ അന്നു മുതൽ അവന് വേണ്ടി കാത്തിരിക്കുന്ന, അവനെ നോക്കി ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന സ്വർഗത്തിലെ അപ്പൻ. നോക്കിക്കേ, തന്റെ മടിയിലിരുന്ന ഓമന പുത്രൻ വന്നൊരു അപ്പനെ പരിചയപ്പെടുത്തി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലേ? നിങ്ങളെ തോട്ടത്തിന് പുറത്താക്കിയിട്ട് അപ്പന്റെ ഹൃദയം വേദനിച്ചില്ല? ഇല്ല. അപ്പൻ നിങ്ങളെ മടക്കിയെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഉണ്ടോ പ്രിയരെ? അതല്ലേ ആ യേശു കർത്താവിന് പറഞ്ഞ ആ മുടിയൻ പുത്രൻ നമ്മൾ പറയുന്ന ആ പ്രത്യേക പാസേജിലെ ഒരപ്പന് 2 മക്കൾ. ഇളയവൻ അപ്പനോട് അപ്പന്റെ സകല മകന്റെ അവകാശം വാങ്ങി വിദൂരതയിൽ പോയി. എല്ലാം നശിപ്പിച്ചു. എല്ലാം. അപ്പൻ ഇഷ്ടമില്ലാത്തതെല്ലാം ചെയ്തു. അപ്പൻ ക്ഷമിക്കാത്തതെല്ലാം ചെയ്തു. പക്ഷെ നിസ്സഹായതയിൽ തന്റെ വിശപ്പിന്റെ നടുവിൽ സുബോധം വന്നിട്ട് എൻ്റെ അപ്പന്റെ വീട്ടിൽ കൂലിക്കാർ ശേഷിപ്പിക്കും, ഞാനോ പട്ടിണി കൊണ്ടതായിരിക്കും. ഞാൻ അപ്പന്റെ വീട്ടിൽ ചെല്ലും, അപ്പനോട് പറയും, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. നിന്റെ മകനായിട്ട് വേണ്ടപ്പാ, കൂലിക്കാരിൽ ഒരുവനെ പോലെ. ആ വാക്ക് ശ്രദ്ധിക്കണം. മകനായിട്ട് വേണ്ട, നിന്റെ കൂലിക്കാരിൽ ഒരുവനായിട്ട്. ഇത് പറയുമെന്ന് ഹൃദയത്തിൽ ചിന്തിച്ച് അപ്പന്റെ വീട്ടിലേക്ക് വരുന്ന മകൻ. പറഞ്ഞില്ല കേട്ടോ, ഹൃദയത്തിൽ ചിന്തിച്ചതേ ഉള്ളൂ. പക്ഷേ അവൻ വരുമ്പോൾ അവനെ കണ്ട മാത്രയിൽ മോനെ എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അവന് വസ്ത്രം കൊടുത്ത് ചെരിപ്പിട്ട് മോതിരമിട്ട് അപ്പന്റെ വീട്ടിലേക്ക് മടക്കിയെടുക്കുന്ന സ്വർഗത്തിലെ ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് തകർച്ചയിലും, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് പരാജയത്തിലും, ഈവൻ നിങ്ങളുടെ ഇനി ഏത് പിന്മാറ്റത്തിലും അപ്പന് നിങ്ങളെ ഒരു പേര് വിളിക്കാനുണ്ടെങ്കിൽ അത് മകനെ എന്നല്ലാതെ മറ്റൊരു പേരില്ല. ഉണ്ടോ? അപ്പൻ ഒരു പേര് നിങ്ങളെ വിളിക്കാനുണ്ടെങ്കിൽ അത് മോനെ എന്നാണ്. കർത്താവിന്റെ ആത്മാവിനോട് പറയും, ഇതുവരെ ഇല്ലാത്തതുപോലെ ഒരു സ്നേഹബന്ധം, ഒരു വലിയ ഇൻറ്റിമസി നിങ്ങളായിരിക്കുന്നിടത്ത് സ്വർഗം തുറക്കുകയാണ്. ഞാൻ ഈ ഭാഗം പ്രസംഗിക്കാൻ വന്ന ആളല്ല, പക്ഷെ എന്തോ ഒരു നിർബന്ധം എൻ്റെ മേൽ ഇന്ന് കിടക്കുന്നു. ഷഖാബാധ കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, ജീവിതത്തിൽ ഇന്നലകൾ സംഭവിച്ചു പോയ ചില പരാജയങ്ങൾ, ജീവിതത്തിൽ ഇന്നലകൾ സംഭവിച്ചു പോയ ഏതോ ഹല്ലേലൂയ വിഷയങ്ങളിൽ ഇനി പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും ദൈവനാമത്തിന് വേണ്ടി നിൽക്കുമ്പോഴും ആ വാഗ്ദത്തങ്ങൾ ഞാൻ പ്രാപിക്കാത്തതിന്റെ പിന്നിൽ അന്നത്തെ ആ വിഷയമാണോ എന്ന് ചിന്തിക്കുന്ന ദൈവ പൈതലെ, ഈ അപ്പന്റെ വെളിപ്പാട് വെച്ച് ആ പൈശാചിക തലത്തെ ഇന്ന് ആത്മാവിൽ നിങ്ങൾ വെട്ടണം. നിങ്ങൾ ഹല്ലേലൂയ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എന്നോ സംഭവിച്ചു പോയ ഒരു പരാജയത്തെ പിശാച് വീണ്ടും വീണ്ടും, ഞാൻ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകൾ നിങ്ങളുടെ ഇണ്ടിൽ കൊണ്ടുവന്ന് നിങ്ങളെ ആ ഇന്റിമസിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ആ ഈവിൾ സ്ട്രാറ്റജിയെ ഇന്ന് ഈ വചന വെളിപ്പാടിൽ വെച്ച് വെട്ടാൻ തയ്യാറായാൽ ഇതുവരെ ഇല്ലാത്തതുപോലെ ഒരു ദൈവ കൃപ, ദൈവ സാന്നിധ്യം, ഒരു ഹല്ലേലൂയ ഒരു വലിയ പൂർണ്ണത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി വിളിക്കുക, അപ്പാ ജീസസ്. കർത്താവ് തൊടുകയാണല്ലോ ഇതിനകത്ത്. ഹല്ലേലൂയ. ഏത് വിഷയത്തിലാ നിങ്ങൾക്ക് ദൈവത്തെ അപ്പനെ ഇറക്കണ്ടേ? അപ്പാ പറ, അപ്പാ ഇന്നൊരു വിഷയം എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, ചിലരെ കർത്താവ് തൊടുകയാണ്. ഇതിനകത്ത് പല ഡിവൈസിലും ആൾക്കാർ വാവിട്ട് കരയുന്നുണ്ട്. ഹല്ലേലൂയ. അത് വെറും ഹല്ലേലൂയ വെറുതെ കരയുകയല്ല, അപ്പന്റെ സ്നേഹമാണ്. അപ്പന്റെ സ്നേഹത്തെ തിരിച്ചറിയുകയാണ്.
ഇതിനകത്ത് ഇതുവരെ ഇല്ലാത്തതുപോലൊരു ദൈവകരം വീഴുകയാണ്. നീ ഒറ്റയ്ക്കല്ലെന്ന് നിന്നെ തെളിയിക്കാൻ. നീ ഒറ്റയ്ക്കല്ല മോളെ, നീ അനാഥയല്ല. നിന്റെ പ്രതിസന്ധിയിൽ നീ തകർന്നു പോകാൻ അപ്പൻ അനുവദിക്കത്തില്ല എന്ന് പറയാം. തൊടുകയാണല്ലോ ആ പവിത്ര പ്രമോദ് എന്ന ഡിവൈസിലുള്ള സിസ്റ്ററെ, കർത്താവ് തന്നെ തൊടുകയാണ്. ഒരു വലിയ ദൈവ സാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്നിടത്ത് അനുഭവിക്കുകയാണ്. ഇതിനകത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ ഒത്തിരി പേര് ഇതിനകത്തോട്ട് ഒരു അസാധാരണമായ ഇൻറ്റുമസിയുടെ തലം നിങ്ങൾ തുറക്കുകയാണ്. പ്രിയരെ, യഹൂദ കൾച്ചറിൽ അപ്പൻ ജീവനോടിരിക്കുമ്പോൾ മക്കൾക്ക് അവകാശമില്ല. ശ്രദ്ധിക്കണം, അപ്പൻ ജീവനോടിരിക്കുമ്പോൾ മക്കൾക്ക് അവകാശമില്ല. അപ്പൻ മരിക്കണം, മക്കൾക്ക് അവകാശം വേണമെങ്കിൽ. ഈ മകൻ പോയി അപ്പനോട് അവകാശം ചോദിക്കുമ്പോൾ മകൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ മരിക്കണം, പക്ഷെ എനിക്ക് ഇതിൻ്റെ സ്വത്ത് വേണം. നീ മരിക്കണം, എന്നിട്ട് എൻ്റെ സ്വത്ത് വേണം. യഹൂദ കൾച്ചറിൽ ഇങ്ങനെ അപ്പൻ ജീവനോടിരിക്കുമ്പോൾ അപ്പന്റെ സ്വത്ത് വാങ്ങിയാൽ അവനെ ആ സമൂഹം പുറത്താക്കും. നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് കെസാസ എന്ന് ടൈപ്പ് ചെയ്യണം. KEZAZAH, കെസാസ. ഇറ്റ്സ് എ ജൂയിഷ് കൾച്ചർ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പടിയടച്ച് പിണ്ടം വെക്കുക എന്നൊരു പണ്ടൊരു സംസ്കാരമുണ്ട്. നിങ്ങൾ പലരും കുറച്ചെങ്കിലും പേര് കേട്ടിട്ടുണ്ടാകാം. എന്ന് പറഞ്ഞാൽ ഒരിക്കലും മടങ്ങി വരാതെ ആ സമൂഹം അവനെ പുറത്താക്കും, ആ കുടുംബം പുറത്താക്കും. യഹൂദ കൾച്ചറിൽ കെസാസ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പൻ ജീവനോടിരിക്കുമ്പോൾ ഹല്ലേലൂയ അവകാശം ചോദിക്കുന്ന മകനെ ആ സമൂഹം പുറത്താക്കും. അവൻ എന്നെങ്കിലും മടങ്ങി വരുന്നത് ആരെങ്കിലും കണ്ടാൽ ആ ഗ്രാമത്തിലെ മൂപ്പൻ, ആ മൂപ്പനോട് ആരെങ്കിലും ചെന്നത് പറയും, ഇന്ന വ്യക്തി മടങ്ങി വരുന്നു. ആ മൂപ്പൻ ഒരു വലിയ കുടം കൊണ്ടുവന്ന് ഈ ഗ്രാമവാതിക്കൽ ഉടയ്ക്കും. ഇത് ഉടച്ചാൽ ഒരിക്കലും ഈ മകന് അപ്പന്റെ വീട്ടിലേക്ക് കയറാൻ കഴിയുകയില്ല. അപ്പന മടക്കിയെടുക്കാൻ അപ്പൻ സന്നദ്ധനായ പോലും, അപ്പൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഇത് സംഭവിച്ചാൽ ആ മകൻ ഒരിക്കലും പ്രവേശിക്കാൻ കഴിയുകയില്ല. പക്ഷെ വരാം, ഒറ്റ കണ്ടീഷനിൽ, അടിമയായി ഈ മകന് അപ്പന്റെ വീട്ടിൽ ശിഷ്ടായുസ് കഴിക്കാം, അടിമയായി. ഇതറിയാവുന്ന ആ മകൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ടോ? മോനെ പോലെ വേണ്ടപ്പ, കൂലിക്കാരിൽ ഒരുവനെ പോലെ. എന്റെ ചോദ്യം, അപ്പാ എന്തേ ഈ വീടിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നു? ആ വാതിൽ നോക്കി, ആ വഴിയെ നോക്കി നിൽക്കുന്നു. എന്റെ മോൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആരും കാണുന്നതിന് മുമ്പ്, ഗ്രാമത്തിലെ മൂപ്പൻ ഈ വിഷയം അറിയുന്നതിന് മുമ്പ്, ആ കുട മുടയുന്നതിന് മുമ്പ് എനിക്ക് അവനെ മടക്കിയെടുക്കണം. ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? ആ മകനെ മടക്കിയെടുക്കണം. നിങ്ങൾക്കറിയാലോ, യഹൂദ കൾച്ചറിൽ അടിവസ്ത്രമുണ്ട്, മുഗൾ വസ്ത്രമുണ്ട്. അറബ്സ് ഒക്കെ ഇടുന്ന പോലെ കന്തൂറ പോലെ വസ്ത്രമുണ്ട്. അവരുടെ മുഗൾ വസ്ത്രം ഹല്ലേലൂയ അല്പം പൊങ്ങി, അടിവസ്ത്രം കണ്ടാൽ അവർ ആ കൾച്ചറിൽ നഗ്നരായി എന്നാ പറയുന്നത്. നോഹ നഗ്നനായി എന്ന് വചനം പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന നഗ്നതയല്ല. അവന്റെ മുഗൾ വസ്ത്രം മാറിയാൽ നഗ്നനായി എന്നറിയപ്പെടും. അപ്പോൾ അപ്പൻ ഒരു യഹൂദൻ ഓടണമെങ്കിൽ അവന്റെ മുഗൾ വസ്ത്രം പൊക്കണം എന്ന് പറഞ്ഞാൽ അവൻ ആ നഗ്നത ലോകം കാണണം. എന്റെ ചോദ്യം, അപ്പാ എന്തേ ഇങ്ങനെ നഗ്നനായി കിടക്കുന്നത്? ഞാൻ നഗ്നനായാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ മകനെ മടക്കി വേണം. ഇതല്ലേ ക്രൂശിൽ സംഭവിച്ച? ഇതല്ലേ കാൽവറിയിൽ കണ്ടത്? ഇതല്ലേ പ്രിയരെ കാൽവറി കണ്ടേ? എവിടെയോ തോട്ടത്തിന്റെ അകത്ത് നഷ്ടപ്പെട്ടു പോയ ആ ബന്ധത്തിന്റെ ആഴത്തിലേക്ക്, എനിക്കറിയത്തില്ല, ഇതിനകത്തൊരു വലിയ സാന്നിധ്യം ജനിക്കും. പ്രിയരെ, നമ്മളെ മക്കളാകാൻ തോട്ടത്തിനപ്പൻ നമ്മളെ പുറത്താക്കി, നമ്മൾ കയറി ചെന്നതല്ല പ്രിയരെ. മോനെ എന്ന് വിളിക്കാൻ വേണ്ടി അപ്പൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. ഇതാ ബന്ധം, ഇതാണ് ആ ബന്ധം. എൻ്റെ ഉള്ള എന്നോട് പറയുന്നു, ഇന്ന് ചിലർ ഈ ബന്ധത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് അപ്പാ എന്ന് വിളിച്ചാൽ ഒരു കണ്ടീഷനും ഇല്ലാതെ, ഒരു കണ്ടീഷനും ഇല്ലാതെ, ഒരു കണ്ടീഷനും ഇല്ലാതെ നിന്റെ വിഷയങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങുകയാണ്. ഇതിനകത്ത് പലരെയും ഒരു കൂട്ടത്തെ കർത്താവ് ഒരുമിച്ച് തൊടുകയാണ്. നിന്റെ പ്രതിസന്ധികൾ, നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, എൻ്റെ അപ്പന് ഡീൽ ചെയ്യാൻ പറ്റും, അവന് ഡീൽ ചെയ്യാൻ പറ്റും. എന്നാൽ ഇന്ന് രാത്രിയിൽ ആ തലത്തിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ പറയാറുണ്ട്, ഇന്ന് നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ
അപ്പാ എന്ന് വിളിച്ചാൽ നിങ്ങൾ വലിച്ചൂരുന്നത് നിങ്ങളെ തകർക്കാൻ വെച്ച ദുരാത്മ പദ്ധതികളുടെ ഫീസാണ്. ഉണ്ടോ? നിങ്ങൾ വലിച്ചൂരുന്നത് നിങ്ങളെ തകർക്കാൻ പിശാച് വെച്ച ദുരാത്മ പദ്ധതികളുടെ ഫീസിനെ വലിച്ചൂരുന്നേ. കാരണം ഒരു കണ്ടീഷനും ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവ കൃപയെ ഇന്ന് പകലിൽ നിങ്ങൾ തിരിച്ചറിയുക. ഉണ്ടോ പ്രിയരെ? ഭൂമിയിലെ ഒരു അപ്പനെ വെച്ച് നിങ്ങൾ സ്വർഗത്തിലെ അപ്പനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഭൂമിയിലെ ഒരപ്പനെ വെച്ച് ഭൂമിയിലെ അപ്പൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിച്ചത് അപ്പൻ തന്നു കാണുകയില്ല. അല്ലെങ്കിൽ നിങ്ങളെ ചേർത്തു പിടിക്കുമെന്ന് ഭൂമിയിൽ ചിന്തിച്ച ബന്ധങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പൻ അമ്മ എന്നൊക്കെ കേൾക്കുമ്പോൾ സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള വേദനകളുള്ള പലരും ഇതിനകത്തുണ്ട്. എവിടെയോ നിന്റെ മുറിവുകളാണ് ദൈവാത്മാവിനോട് പറയുന്നു. എവിടെയോ നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹത്തെ ദൈവസ്നേഹം കൊണ്ട് കർത്താവ് നിന്നെ മടക്കിയെടുക്കുകയാണ്. കർത്താവ് തൊടുകയാണ് ഇതിനകത്ത്. എവിടെയോ നിന്റെ ജീവിതത്തിലുള്ള മുറിവുകളെ കർത്താവ് ഇന്ന് പകൽ സൗഖ്യമാക്കുകയാണ്. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, പപ്പാ മമ്മി എന്നൊക്കെ കേൾക്കുമ്പോൾ, അപ്പാ അമ്മ എന്നൊക്കെ കേൾക്കുമ്പോൾ എവിടെയോ വേദനകളാണ്. ചിലപ്പോൾ ആ സ്നേഹം നിനക്ക് കിട്ടിക്കാണുകയില്ല. ചിലപ്പോൾ വളരെ ചെറുപ്പത്തിൽ നിന്റെ അപ്പൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പ്രിയരെ, 14-ാമത്തെ വയസ്സിൽ പപ്പ നഷ്ടപ്പെട്ടു പോയതാണ് ഞാൻ. കേരളത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എക്സാമിന് മുമ്പ് എൻ്റെ പപ്പ മരിച്ചുപോയി. ഇന്ന് എനിക്ക് ഏകദേശം 48 വയസ്സുണ്ട്. ജീവിതത്തിൽ ദീർഘമായ കക്ഷങ്ങളിൽ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പപ്പ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ കർത്താവിനെ കണ്ടുമുട്ടിയതിനു ശേഷം എവിടെയോ പപ്പായി എന്ന് വിളിക്കുമ്പോൾ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹത്തെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളം എന്നോട് പറയുന്നു, ഒരു വലിയ ഇൻറ്റുമസിയുടെ തലം, വലിയ ദൈവസ്നേഹം ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? എൻ്റെ മുമ്പിൽ സമയത്തിന്റെ പരിമിതികളുണ്ട്. പക്ഷേ കർത്താവിനോട് പറയുന്നു, ഇതുവരെ ഇല്ലാത്തതുപോലെ ധൈര്യം നിങ്ങൾക്ക് തരാൻ പോകുക ദൈവം. ഇതുവരെ ഇല്ലാത്തതുപോലെ നിങ്ങൾ അനാഥനല്ല എന്നൊരു ഉറപ്പ്, അനാഥയല്ല എന്നൊരു ഉറപ്പ്. പ്രിയരെ, ഞാൻ വചനത്തിലേക്ക് പോട്ടെ. മത്തായി സുവിശേഷം തന്റെ യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു കർത്താവ് യോഹന്നാനെ സ്നാപകനെ ചൂണ്ടി പറഞ്ഞു. മത്തായി സുവിശേഷം 11:11 മുതലാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ സ്നാപകനേക്കാൾ വലിയവനാരും എഴുന്നേറ്റിട്ടില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായി പറയുന്നു. യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്ന ബലാത്കാരികൾ. ശ്രദ്ധിക്കുക പദങ്ങൾ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനാരും എഴുന്നേറ്റിട്ടില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ. പത്രോസിന്റെ ലേഖനവും കൂടി ചേർത്ത് ഞാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു പദം പറയും: കെടുന്ന ബീജത്താൽ ജനിച്ചവർ യോഹന്നാനേക്കാൾ വലിയവനാരും എഴുന്നേറ്റിട്ടില്ല. ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? കെടുന്ന ബീജത്താൽ. പത്രോസിന്റെ ലേഖനത്തിൻ്റെ വാക്യമാണ്, നാം കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താലത്രേ വീണ്ടും ജന്മം പ്രാപിച്ചത്. അപ്പോൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ എഴുന്നേറ്റിട്ടില്ല. കെടുന്ന ബീജത്താൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ എഴുന്നേറ്റിട്ടില്ല. എൻ്റെ പേര് സജി മത്തായി എന്ന് പറഞ്ഞാൽ മത്തായി എന്ന ബയോളജിക്കൽ പിതാവിൽ നിന്ന് കെടുന്ന ബീജത്താൽ ജനിച്ച സജി. എന്നാൽ ആ കെടുന്ന ബീജത്താൽ ജനിച്ച എന്നിലേക്ക് കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ എന്നെ വീണ്ടും ജനിപ്പിച്ചു. എന്നെ ദൈവത്തിന്റെ മകനാക്കി തീർത്തു. ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോ യോഹന്ന കെടുന്ന ബീജത്താൽ ജനിച്ചവൾ യോഹന്നാനേക്കാൾ വലിയവരില്ല. യേശു കർത്താവ് ഒരു ഭാഗത്ത് യോഹന്നാനെ ചൂണ്ടി പറഞ്ഞു, അല്ല പിശാചിനെ ചൂണ്ടി പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവരാൻ സാധ്യമല്ല. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവരാൻ സാധ്യമല്ല. അപ്പോൾ പിശാചിനെ നോക്കി കർത്താവ് പറഞ്ഞു, ബലവാനുണ്ട്, അവനെ പിടിച്ചു കെട്ടണം. നിങ്ങളെ ദ്രോഹിക്കുന്ന, നിങ്ങളെ തകർക്കുന്ന, നിങ്ങളുടെ കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കുന്ന, നിങ്ങളുടെ തലമുറയെ വഴിതെറ്റിക്കുന്ന ബലവാനുണ്ട്. വിടുതൽ വേണമെങ്കിൽ അവിടെ പിടിച്ചു കെട്ടണം.
നോക്കിയേ, ഒരു ദീർഘവർഷങ്ങളായി ഒരു വ്യക്തിയുടെ മേൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് മേൽ ദുരാത്മ സ്വാധീനമുണ്ടെങ്കിൽ അത് പോകണമെങ്കിൽ അതിനേക്കാൾ വലിയ മറ്റെന്തോ വന്നെന്നല്ലേ അർത്ഥം. അത് നിന്നത് പോകണമെങ്കിൽ നിന്നതിനേക്കാൾ ശക്തിയുള്ള മറ്റൊന്ന് വന്നെന്നല്ലേ അർത്ഥം. പ്രിയരെ, പിശാചിനെ നോക്കി കർത്താവ് പറഞ്ഞു ബലവാൻ. നിങ്ങൾ ഭയക്കണ്ട. ആ കർത്താവ് വീണ്ടും ജന്മം പ്രാപിച്ച എന്നെ നോക്കി പറഞ്ഞു ബലവാനെ പിടിച്ചു കെട്ടുന്ന ബലാൽക്കാരി ഉണ്ടോ? ആ ദൂത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയാം. യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഹല്ലേലൂയ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനാരും എഴുന്നേറ്റിട്ടില്ല. എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ യോഹന്നാനേക്കാൾ വലിയവൻ. യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ മകനാണെങ്കിൽ പിശാചിനെ പിടിച്ചു കിട്ടുന്ന ബലാത്കാരി എന്നൊരു ലിസ്റ്റിലേക്കാണ് നീ കയറുന്നത്. ആത്മാവിൽ ഈ ദൂത് ചിലരുടെ മേൽ വെക്കുകയാണ്. പ്രിയരെ, പാസ്റ്ററെ, ചിലർ പറയാണ് പാസ്റ്ററെ ബന്ധനമാ, പാസ്റ്ററെ കെട്ട, പാസ്റ്ററെ ആഭിചാര, പാസ്റ്ററെ. പ്രിയരെ, അപ്പനും മകനും എന്നൊരു ബന്ധത്തിൽ ഏത് ബന്ധനം നിൽക്കും? ഉണ്ടോ നിങ്ങൾ? അപ്പനും മകളും എന്ന ബന്ധനത്തിൽ ഏത് ബന്ധനത്തിന് നീക്കാൻ പറ്റും? ഇന്ന് ഈ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ നിന്നെ തകർക്കാൻ വെച്ച സകല പദ്ധതികൾ വന്ന് തകരുകയാണ്. നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ എണ്ണം കുറയത്തക്കവണ്ണം വിടുതലിലേക്ക് സ്വർഗം തിരിക്കുകയാണ്. അതാണ് ദൈവം. പലരും പറയാറുണ്ട്, കേരളത്തിലാണല്ലോ ഞാൻ ശുശ്രൂഷിക്കുന്നത്, കേരളത്തിലാണല്ലോ യാത്ര, അല്ലെങ്കിൽ ലോകത്തിന് വിധത്തിൽ യാത്രയും പറയാറുണ്ട് പാസ്റ്റർ ഇന്ന വീട്ടിൽ ഇന്നാൾ ചെയ്തതാ, ഇന്ന വീട്ടില് ചെയ്യട്ടെ, വിട്ടുകളാ. നീ പറ അതിനോട്, ഞാൻ മകനാന്ന് പറ, ഞാൻ മകളാന്ന് പറ. ഇന്ന് പകലിൽ, ഇന്ന് നിങ്ങളായിരിക്കുന്ന ടൈം സോണിൽ ഒരു വലിയ ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ ബലവും ഇറങ്ങി വരികയാണ്. നോക്കിയേ പ്രിയരെ, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ട്. ആരുടെ കൂടെ? മക്കളുടെ കൂടെ. ഇല്ലേ? അപ്പം തന്ന വാക്ക, ഞാൻ നിങ്ങളെ അനാഥരായി. പ്രിയരെ, എനിക്കൊരു മകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് ന്യൂയോർക്ക് സിറ്റിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ തിരക്കുള്ള റോട്ടിൽ നിങ്ങൾ നിന്നിട്ട് ഒറ്റയ്ക്ക് ഇറക്കി വിട്ടു. ഞാൻ താമസിക്കുന്ന തിരുവല്ലയിലാണ്. മോളെ പോയൊരു കട സാധനം വാങ്ങിക്കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഞാൻ വാഹനത്തിൽ നിന്നാലും എൻ്റെ കണ്ണ് മുഴുവനും എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തായിരിക്കും, അവളുടെ കാലുകളിലായിരിക്കും. എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ? റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ? കാരണം എൻ്റെ കുഞ്ഞിനെ ഇറക്കി വിട്ടിട്ട് ഞാൻ മാറി നിൽക്കത്തില്ല. എൻ്റെ കണ്ണ് മുഴുവനും ഓടാ. എവിടെയെങ്കിലും ഒന്ന് കാല് പതറിയാൽ, എവിടെയെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടിയാൽ അപ്പൻ ഉറങ്ങി ഓടിച്ചെല്ലും. ഇതാ ബന്ധം. നിങ്ങളെ ഈ ദുഷ്ടലോകത്തിലാക്കിയിട്ട്, നിങ്ങളെ ഈ പ്രതിസന്ധിയിലാക്കിയിട്ട്, നമ്മളെ ഈ പാപം നിറഞ്ഞ ലോകത്തിലാക്കിയിട്ട് അപ്പൻ മാറി നിൽക്കുന്നത് നിങ്ങൾ ചിന്തിക്കരുത്. തൻ്റെ മക്കൾക്ക് വേണ്ടി ജാഗ്രതയോടെ നിൽക്കുന്നൊരു സ്വർഗമുണ്ട്. ഇന്ന് ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ, നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങളുടെ ഭയം പൊട്ടുമെന്ന് ഒരു വലിയ ഹല്ലേലൂയ ധൈര്യത്തിലേക്ക് വരും. കർത്താവ് ഒരു വലിയ മഹത്വം ഇതിൽ ചലിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് പലരും സൗഖ്യമാകാൻ പോവുകയാണ്. എവിടെയോ നിങ്ങളുടെ പ്രതിസന്ധി, നിങ്ങളുടെ എന്തു വിഷയമായിക്കോട്ടെ, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക്, ആർക്ക്? തൻ്റെ മക്കൾക്ക്. ഇതാ ബന്ധം. പ്രിയരെ, ഇതൊരു വെളിപ്പാട്. വളരെ സിമ്പിൾ മെസ്സേജ്. പക്ഷെ എനിക്കറിയാം നമ്മുടെ ജീവിതത്തെ മുഴുവനും, നമ്മുടെ പ്രതിസന്ധികളെ മുഴുവനും തൊടാനുള്ള ഒരു ദൈവത്തിന്റെ കരമായത്. ഇന്ന് പകരം അങ്ങനെ ഒരു ആത്മതലത്തിലേക്ക് നിങ്ങൾ കയറണം. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവത്തിന്റെ മക്കളാകാൻ അധികാരം കൊടുത്തു. ശ്രദ്ധിക്കണേ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. അമേരിക്കയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, കേരളത്തിലെ കാര്യം പറയാം, ഇന്ത്യയിലെ കാര്യം പറയാം. 18 വയസ്സ് തികഞ്ഞ് വോട്ടർ ലിസ്റ്റിൽ പേരുള്ള സകലർക്കും വോട്ട് ചെയ്യാൻ അധികാരമുണ്ട്. ശ്രദ്ധിക്കണം, 18 വയസ്സ് തികഞ്ഞ് വോട്ടർ ലിസ്റ്റിൽ പേരുള്ള സകലർക്കും വോട്ട് ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷെ വോട്ട് ചെയ്യണോ വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കും. അല്ലെ? വോട്ട് ചെയ്യണോ വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കും. അവനെ കൈക്കൊണ്ട്
അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ അധികാരമുണ്ട്. മകനായിട്ട് കീറി നിൽക്കണോ വേണ്ടെന്ന് നിങ്ങൾ അറിയും. റഷാബാധെ മകനായിട്ട് കീറി നിൽക്കണോ? പക്ഷെ നിങ്ങൾ മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശിയാണ്, ക്രിസ്തേശുവിനോട് കൂട്ടവകാശിയാണ്. എവിടെയോ ദൈവോ കർത്താവിനോട് പറയുന്നു, ഒരു ചിലരുടെ മേൽ ഇതുവരെ ഇല്ലാത്തതുപോലെ ദൈവത്തിന്റെ കരം വീഴുകയാണ്. നിങ്ങൾ മക്കളെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, പ്രിയരെ, നമ്മൾ വേദപുസ്തകം പറയുന്നു ഞാൻ യോഹന്നാനേക്കാൾ വലിയവനാണ്. വേദപുസ്തകം പറയുന്നു ഞാൻ അബ്രഹാമിലും വലിയവനാണ്. വേദപുസ്തകം പറയുന്നു ഞാൻ മോശയേക്കാൾ വലിയവനാണ്. വേദപുസ്തകം പറയുന്നു നമ്മൾ ഹല്ലേലൂയ പഴയ നിയമത്തിൽ ദാവീദിനേക്കാൾ വലിയവനാണ്. പ്രിയരെ, നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കും. നമ്മൾ വലിയവരായത് മോശയേക്കാൾ വിശുദ്ധനായതുകൊണ്ടല്ല. നമ്മൾ വലുതായത് ദാവീദിനേക്കാൾ ഹല്ലേലൂയ ഇന്റിമസി ഉള്ളത് കൊണ്ടല്ല. നമ്മൾ വലുതായത് പഴയ നിയമ പ്രവാചക ഏലിയാവിനേക്കാൾ ശക്തനായത് കൊണ്ടല്ല. അവർക്കൊന്നും ഇല്ലാത്തൊരു പദവി, അവരൊക്കൊന്നും വിളിക്കാൻ പറ്റാത്തതുപോലെ നമുക്ക് നമ്മുടെ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ പറ്റി. ഇത് മാത്രമാണ് നമ്മുടെ വലിപ്പം എന്ന് പറയുന്നത്. ആ ബന്ധത്തിന്റെ ആഴത്തിൽ ഈ തലമുറയിൽ നമ്മളെ ജനിപ്പിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഒരു തലമുറ ശക്തരായവർക്ക് വിളിക്കാൻ പറ്റാത്ത ഒരു ബന്ധത്തിന്റെ ആഴത്തിലേക്ക് ഇന്ന് കൊണ്ടുവന്നെങ്കിൽ ആ ബന്ധത്തോടുകൂടി ദൈവം നമുക്ക് തരുത്തില്ലയോ പ്രിയരെ? നിങ്ങളുടെ ഭൂമിയിലെ അപ്പൻ മുട്ട ചോദിച്ച തെളിനെ കൊടുക്കും. എന്തോ വാക്കിയല്ലേ? ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ നിങ്ങൾ ആയിരിക്കുന്ന ടൈം സോണിൽ പപ്പായി എന്നൊന്ന് വിളിച്ചാൽ എവിടെയോ ഇതുവരെ ഇല്ലാത്തതുപോലെ. ഇതിനകത്ത് വിഷയങ്ങളുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, പ്രതിസന്ധികളുള്ളവരുണ്ട്, പ്രശ്നങ്ങളുള്ളവരുണ്ട്, തലമുറയോർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, കുടുംബജീവിതത്തിന്റെ പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട്. ആത്മാവിൽ ഞാൻ നിങ്ങൾക്കെല്ലാം കൂടി ഒറ്റ വാക്ക് പറയാം. എവിടെയോ നിങ്ങൾ ആർക്കും സാഹചര്യത്തിൽ പപ്പായി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരപ്പൻ ഇറങ്ങി നിൽക്കുമെങ്കിൽ അതിനേക്കാൾ എത്ര അധികം നിങ്ങളുടെ കൈപിടിക്കാം. നിന്റെ പ്രതിസന്ധിയിൽ മറുപടി തരാം. ഇന്ന് സ്വർഗം ഇറങ്ങിയിരിക്കും. നിങ്ങളുടെ ശുശ്രൂഷയിൽ, നമ്മുടെ നിസ്സഹായതയിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ ഇല്ലായ്മകളിൽ, മുൻപോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അപ്പാ എനിക്കറിയാം ഇതിനകത്ത് എന്താ സംഭവിക്കും. എനിക്കറിയത്തില്ല. കർത്താവിന്റെ ആത്മാവ് തൊടുകയാണ്. സിസ്റ്റർ സുനിത സാമുവേൽ അടിവയസ്സുള്ള സിസ്റ്ററെ കർത്താവ് തൊടുകയാണ്. സിസ്റ്റർ സിന്ധു തൊടുകയാണ് കർത്താവ്. നിന്റെ പ്രാർത്ഥനാ റൂമിൽ കയറിയിട്ട് പപ്പായി എന്നൊന്ന് വിളിച്ചു. എവിടെയോ ഞാൻ വീണ്ടും പറയുന്നു, ഭൂമിയിൽ ഒരു അപ്പനെ വെച്ച് ദൈവ സ്വർഗത്തിലെ അപ്പനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. സ്വർഗത്തിലെ സകല മഹിമകളും വിടിഞ്ഞ് തോട്ടത്തിന്റെ അകത്ത് നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിന്റെ ആഴത്തിലേക്ക് എന്നെ മടക്കിയെടുക്കാൻ ഇറങ്ങി വന്നതാണ് അപ്പൻ. ഈ വേദപുസ്തകം സിമ്പിളാണ്. ദൈവദാസന്മാരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ വേദപുസ്തകം മുഴുവൻ ഒറ്റ വാക്കി ഒരു വരിയിൽ പറയട്ടെ. ഏദൻ തോട്ടത്തിന്റെ അകത്ത് ഞാനും ദൈവവും ഉണ്ടായിരുന്ന അപ്പനും മകനും എന്ന ബന്ധം പിശാച് തകർത്ത് കളഞ്ഞിട്ട് ആ ബന്ധം മടക്കിത്തരാൻ തൻ്റെ പുത്രനെ കാൽവറി തകർത്ത് വീണ്ടും എന്നെ മകനാക്കി തീർന്നു. ഇതാ ഗോസ്പൽ. ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതിനോട് കൂടെ വരുന്ന അഡീഷനാണ്. ഉണ്ടോ? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. തോട്ടത്തിന്റെ, അതല്ലേ യോഹന്നാൻ പറഞ്ഞ, കാൺമീൻ നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. ഇന്ന് പകലിൽ ഒരു ഇൻറ്റിമസി തുറക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്, സജി പാസ്റ്റർ മുടിയംപുത്രന്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് എന്തും ചെയ്യാമോ, എന്ത് പാപം ചെയ്യാമോ, എന്തും ചെയ്തിട്ട് കയറി വരാമോ? പ്രിയരെ, മുടിയംപുത്രനോട് ചോദിച്ചേ, മോനെ നിനക്കിനി അപ്പന്റെ വീട് വിട്ടു പോണോ? അവൻ പറയും, വേണ്ട, ഇനി അപ്പന്റെ വീട് വിട്ടൊരു യാത്രയില്ല. കാരണം കൂലിക്കാലിൽ ഒരുവനെ പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ കയറി വന്നേ. പക്ഷെ എന്നെ കണ്ട മാസത്തിൽ ഓടി വന്ന മോനെ എന്ന് വിളിച്ച് എനിക്ക് നഷ്ടപ്പെട്ട സകലതും തന്ന ഇനി അപ്പനെ വിട്ടൊരു യാത്ര ഇല്ല. അപ്പന്റെ സ്നേഹത്തിൽ അഡിക്റ്റായി പോകുന്ന ഒരു മകൻ ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? അപ്പന്റെ സ്നേഹത്തിൽ അഡിക്റ്റായി പോയ, ദൈവ സ്നേഹത്തിൽ അഡിക്റ്റായി പോയ മകൻ. ഞാനിങ്ങനെ പറയാറുണ്ട്, പുത്രത്വം എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല പ്രിയരെ, പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. പുത്രത്വം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെക്കാൾ സ്ട്രോങ് ആയ ഒരു തരം അടിമത്തമാണ്. ഉണ്ടോ നിങ്ങൾ?
അതിങ്ങനെയാണ്: ദൈവസ്നേഹത്തിൽ അഡിക്റ്റായി പോകുന്ന, ബന്ധിക്കപ്പെട്ട ഒരു തരം അടിമത്തം. ദൈവസ്നേഹത്തിൽ ബന്ധിക്കപ്പെട്ടു പോയ, ന്യായപ്രമാണത്തെക്കാൾ സ്ട്രോങ് ആയ ഒരു തരം അടിമത്തമാണ് പുത്രത്വം. എത്ര പേർക്ക് ഞാൻ ഈ പ്രസംഗിച്ചത് മനസ്സിലായി? പക്ഷെ എന്റെ ഉള്ളം എന്നോട് പറയുന്നു, ചിലർ ഇന്നു മുതൽ ഒരു ഇൻറ്റുമസി കയറാൻ പോവുകയാണ്. പാസ്റ്ററെ, വിഷയങ്ങളുണ്ട്. പ്രിയരെ, അപ്പനുണ്ട് നമുക്ക്. പാസ്റ്ററെ, പ്രശ്നങ്ങളുണ്ട്. പ്രിയരെ, നമുക്കൊരപ്പനുണ്ട്. ഇന്ന് പകലും, ഹല്ലേലൂയ, എനിക്ക് തന്ന സമയത്തേക്കാൾ ഞാൻ 5 മിനിറ്റ് കൂടി അധികം എടുത്തു. പക്ഷെ ഇന്ന് പകലിൽ കണ്ണുകളൊന്ന് അടച്ച് നിങ്ങൾ ഇരിക്കുന്നിടത്ത് അപ്പാ ഒന്ന് വിളിച്ച, അപ്പായേന്ന് വിളിച്ച. സിസ്റ്റർ ലാലി കോശി സിസ്റ്റർ, പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും പല ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടികളില്ല. പക്ഷെ ഇന്ന് പകലിൽ കർത്താവിന്റെ ആത്മാവിനോട് പറയും, എവിടെയോ ഇതുവരെ ഇല്ലാത്തതുപോലൊരു ധൈര്യത്തെ കർത്താവ് തിരികെയാണ്. നീ തകരത്തില്ല. കർത്താവ് നിങ്ങളുടെ കയ്യെ പിടിക്കും. ഒന്ന് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഈ ഏകദേശം 80ഓളം ഡിവൈസുകളുണ്ട്. ഇതിനകത്തിരുന്ന് പ്രിയപ്പെട്ട നിങ്ങളുടെ കണ്ണുകളടച്ച് പപ്പായേ എന്ന് വിളിച്ച്, അപ്പാ, അവന്റെ കരമിറങ്ങി വരും. ഞാൻ 80 വയസ്സുള്ള പിതാവാ പാസ്റ്റർ, എനിക്ക് എങ്ങനെ ദൈവത്തെ പപ്പ എന്ന് വിളിക്കാൻ പറ്റും? നിങ്ങളുടെ ചിന്തയാണോ? പ്രിയരെ, 80 വയസ്സുള്ള പിതാവേ, നിങ്ങളും നിങ്ങളുടെ 60 വയസ്സുള്ള മകനും, ആ 60 വയസ്സുകാരന്റെ 40 വയസ്സുള്ള മകനും, ആ 40 വയസ്സുകാരന്റെ 10 വയസ്സുള്ള മകനും 4 ജനറേഷൻ നിരന്നു നിന്നാൽ ദൈവം വന്ന് നിങ്ങളെ വിളിച്ചാൽ എല്ലാവരെയും മക്കളെ, മോനെ എന്നേ വിളിക്കത്തുള്ളൂ, അല്ലെങ്കിൽ മകളെ എന്നേ വിളിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രായത്തിനപ്പുറം നമുക്ക് ദൈവത്തെ അപ്പാ എന്നൊന്ന് വിളിക്കാൻ പറ്റിയ, ഇതുവരെ ഇല്ലാത്തതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ആരുമില്ല പാസ്റ്ററെ. ഇല്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളെ ജീവിക്കും. ഓരോ ഡിവൈസിൽ നോക്കി ദൂത് പറയുന്നതിനേക്കാൾ ഇന്ന് എവിടെയോ കർത്താവിന്റെ കരവുമായി ഒരു കൂട്ടിമുട്ടൽ നിങ്ങളുടെ മേൽ വീണാൽ, ഇതുവരെ ഇല്ലാത്തതുപോലെ ഒരു സ്നേഹബന്ധം, ഇതുവരെ ഇല്ലാത്തതുപോലെ ആഴമായൊരു ദൈവബന്ധം. ഇതിനകത്ത് ഓരോ ഡിവൈസും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാവരും സാന്നിധ്യം അനുഭവിക്കുന്നു, എല്ലാവരും ദൈവശക്തി അനുഭവിക്കുന്നു. ദൈവവചനത്തിന്റെ ശക്തിയെ നിങ്ങൾ തുടപ്പെടുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ അനാഥരല്ല, ഞങ്ങൾക്ക് ഉടമസ്ഥനാണ്. ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ അപ്പനുണ്ട്. കർത്താവേ, ആ ഒരു വെളിപ്പാട് ഞങ്ങളുടെ 24/7 ഞങ്ങളുടെ മേൽ വ്യാപരിക്കണം. ഇല്ലായ്മകളിലും, ഞങ്ങളുടെ തകർച്ചകളിലും, ഞങ്ങളുടെ വേദനകളിലും, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും, കർത്താവെ, ഞങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രതിസന്ധികളിൽ അപ്പാ അങ്ങ് ഞങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങണം. കർത്താവെ, ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടത്തെ അനുഗ്രഹിക്കും. ഈ വചനത്തിന്റെ ശക്തിയിലേക്ക് വീഴണം, പുറത്തു വരണം. ഒരു പ്രസംഗമല്ലപ്പ ഇത്. കർത്താവെ, ഒരു വെളിപ്പാടായി, ഒരു സത്യമായി ഇവരിലേക്ക് ഇറങ്ങണേ. ഞങ്ങളെ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത് അങ്ങാണല്ലോ. യേശുവേ, അങ്ങാണല്ലോ ഞങ്ങളെ വിളിച്ച് പഠിപ്പിച്ചത്. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ഈ ഭൂമിയിലെ പിതാക്കന്മാരെ പപ്പാ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ നീ ഞങ്ങളെ പറഞ്ഞു വിളിപ്പിച്ചല്ലോ. പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ ഒരു ബന്ധത്തിന്റെ ആഴത്തിലേക്ക് കയറി വരാൻ ഞങ്ങളെ സഹായിക്കണേ. കർത്താവ്, എഡിസൺ ഫെലോഷിപ്പിനെ ഈ വെളിപ്പാടിൽ നിർത്തണേ. ദുരാത്മലോകവുമായുള്ള ഏറ്റുമുട്ടലുകളിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ കൈ പിടിക്കുന്ന ഒരു അപ്പനുണ്ട് എന്നുള്ള വെളിപ്പാടിൽ നിൽക്കാൻ നിങ്ങളെ സഹായിക്കും. കർത്താവെ, ഞങ്ങളെ തകർക്കാൻ പൈശാചിക ലോകം എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളെ കൈപിടിക്കുന്ന ഒരു അപ്പനുണ്ട് എന്നുള്ള ധൈര്യത്തിൽ ആ വിഷയത്തെ നേരിടാൻ, ഞങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുമെന്ന് ലോകം പറയുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ അപ്പന്റെ കയ്യിലാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഇവിടെ മേൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഞാൻ ഇവരെ അനുഗ്രഹിക്കണം. ഇവർ ധൈര്യമാകട്ടെ,
യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങളുടെ മധ്യത്തിൽ ദൈവവചന ശുശ്രൂഷിപ്പാൻ തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ, കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. Amen. Thank you, Pastor Saji. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് രാത്രികാലം ദൈവവചനം നമ്മോട് സംസാരിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മൾക്ക് ആവശ്യമായ ദൈവവചനം നമുക്ക് നൽകി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. John's Gospel, chapter 14, I will never leave you as orphans. 14-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആമേൻ. ഞാൻ വചനത്തിലേക്ക് കടക്കുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ വചനം നമ്മോട് അറിയിച്ചല്ലോ. കർത്താവിൻ്റെ ദാസത്തെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ ശക്തമായി ഉപയോഗിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കേട്ട വചനം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് പിന്നെ സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ പാസ്റ്റർ റോയ് വർഗീസ് നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞാൽ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ ഈ സമയവും ചെലവഴിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. അനേകർ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിനകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ തലമുറകളെ കുറിച്ച് ഭാരപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സമൂഹം, കുടുംബ ജീവിതങ്ങൾക്കകത്ത് സമാധാനവും സ്വസ്ഥതയില്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഭാഗങ്ങൾ, അങ്ങനെയൊക്കെ ലോകം മുഴുവൻ വലിയ അസ്വസ്ഥതകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ കടന്നു പോകുമ്പോൾ അങ്ങയുടെ സ്നേഹത്തെ ആസ്വദിപ്പാൻ കഴിഞ്ഞതാണ് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനത്തിന്റെ കാരണം. അങ്ങയെ അറിയാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അങ്ങയുടെ പുത്രത്വത്തിന്റെ പദവിയിലെത്താൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങളെയുമെല്ലാം ജീവിതം അതുപോലെ അനുഭവങ്ങൾ കൂടെ കടന്നുപോയേനെ. എന്നാൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നിട്ടും, പ്രശ്നങ്ങൾ വന്നിട്ടും, ഭാരങ്ങൾ വന്നിട്ടും ഞങ്ങൾക്ക് ഒരപ്പനുണ്ടെന്നുള്ള ഒരു ബോധ്യം ഞങ്ങളുടെ അകത്ത് കർത്താവെ ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുത്തി തന്ന ദൈവത്തിന്റെ മഹാസ്നേഹത്തിന് നന്ദി പറയുന്നു. നഷ്ടപ്പെട്ടു പോയ ആ പുത്രത്വത്തിന്റെ പദവിയിലേക്ക് ഞങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ആമേൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ മഹാശ്രേഷ്ഠത കൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലവും ഞങ്ങൾക്ക് ഒരുമിച്ച് പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നൽകിയിരിക്കുന്ന എല്ലാ കരുതലുകൾക്കായിട്ട് സ്തോത്രം. അപ്പൊ ഞങ്ങൾക്കൊക്കെ ആകുലങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ്. എന്നാൽ ഓരോ സമയത്തും ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, ഞാൻ സഹായിക്കുന്ന ദൈവമാ, ഞാൻ ശക്തീകരിക്കുന്ന ഈ അപ്പനാണെന്ന് പറഞ്ഞു ഞങ്ങളെ ഓരോ പ്രതിസന്ധിയിലും താങ്ങി നിലനിർത്തുന്ന ഞങ്ങളുടെ മഹാവല്ലഭത്വത്തിന് സ്നേഹത്തിനായിട്ട് നന്ദി പറയും. ആ സ്നേഹത്തിൽ നിന്നൊട്ടും കുറഞ്ഞു പോകാതെ യേശുവുമായിട്ടുള്ള ആ ആത്മബന്ധത്തിന്റെ തീവ്രതയിൽ കർത്താവിനെ ആഴമായി സ്നേഹിച്ച് കർത്താവെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതം ധന്യകരമായി തികച്ച് അങ്ങയോടൊപ്പം, അങ്ങയുടെ രാജ്യത്തിന്റെ അവകാശികളായി അങ്ങയോടൊപ്പം എന്നും വാഴേണ്ടതിന് ഒരുക്കത്തോടെ, വിശുദ്ധിയോടെ, ഭയത്തോടെ, ഭക്തിയോടെ, ആദരവോടെ ജീവിപ്പാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണമേ. സജി പാസ്റ്റർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിന്ന് ഞങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ അങ്ങയുടെ ദാസനെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി അഭിഷേകം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ കൊടുത്ത ഈ ദർശനത്തിനായിട്ട് സ്തോത്രം. സ്റ്റേവ് പാസ്റ്റർക്കായിട്ട് പ്രത്യേകിച്ച് സ്തോത്രം ചെയ്യുന്നു. തോമസങ്ങളിലായിട്ട് സ്തോത്രം. കർത്താവ് എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിനായിട്ട് സ്തോത്രം. അതിൽ കൂടെ അനേകർ ആശ്വാസവും സമാധാനവും പ്രാപിപ്പാൻ പിന്നെയും ദൈവം ഇടയാക്കണം. പിന്നെയും അനേകർക്ക് ഇതൊരു അനുഗ്രഹമായിരിക്കാൻ ദൈവം ഇടയാക്കണം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് അനുഗ്രഹത്തോടെ, വചനത്താൽ സമാധാനത്തോടെ ഞങ്ങളെ കാക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കരുതലുകളും ഓരോരുത്തരോടും കേൾക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചനയോടും ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോടും ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരോടും കൂടെ കർത്താവിന്റെ വരവോളം എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. വിജയം നൽകിയ കർത്താവിന് ക്രിസ്തുവിനാൽ സ്തോത്രം കരേറ്റാം. Thank you everyone. Thank you Pastor Saji. ഒത്തിരി നന്ദി ജോയിൻ അറിയിച്ചതിന്. വളരെ ശക്തമായ ദൈവജനം നമ്മളോട് സംസാരിച്ചു. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ദിസ് ഇസ് ജസ്റ്റ് വൺ മീറ്റിംഗ് ദാറ്റ് വി ഹാവ്. പക്ഷേ ദ വേ ഗോഡ് ഹാസ് ബ്ലെസ്ഡ് ഇറ്റ്, ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. തോമസ് അങ്കിൾ, ലിൻഡ ആൻറ്റി ഈസ് ദ വൺ ഹു വർക്ക്സ് ബിഹൈൻഡ് ഓൾ ദിസ്. ഞങ്ങൾ ജസ്റ്റ് വന്നിരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ. ഷീ വർക്ക്സ് ബിഹൈൻഡ് ഓൾ ദിസ്. ശക്തി പ്രിയ ആൻറ്റി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. തോമസ് അങ്കിളിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അടുത്ത വെള്ളിയാഴ്ച വി വിൽ മീറ്റ് അപ്പ് അഗെയിൻ വിത്ത്
somebody to minister. പ്രാർത്ഥനയോട് ഓർക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. യെസ്, തോമസ് അങ്കിൾ. താങ്ക് യു. കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. സിജി പാസ്റ്ററെ തന്ന വചനത്തിനായി നന്ദി പറയുന്നു. വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ദൈവ വചനമായിരുന്നു. പലർക്കും അത് പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരും തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് എല്ലാ ആഴ്ചയിലും പറയാനുള്ളതേ ഉള്ളൂ. പ്രാർത്ഥനയിൽ എല്ലാവരെയും വഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിലും കാണാം. താങ്ക് യു. God bless you all. Thank you everyone. Good to see you, Pastor Roy. Good to see you. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും രാജനെയൊക്കെ ഓർത്ത്. രാജൻ പോയോ? അലക്സാണ്ടർ ചാനൊക്കെ എന്നാ പറയുന്നു? ആന്റിയൊക്കെ സന്തോഷമായിരിക്കുന്നല്ലോ അല്ലേ? All right. Good to see you all. God bless you all. Bye-bye. Rohan, thank you. Bijoy, thank you. Yep, thank you. God bless you, Rohan. Roy Pastor. Pastor. Thank you. Bye-bye. Bye-bye. Bye.